എല്ലാ ദിവസവും തന്നെ കൊറിയർ വിടുന്നുണ്ട് കേട്ടോ. സൺഡേ മാത്രം കൊറിയർ അവധിയാണ്. ബാക്കി എല്ലാ ദിവസവും ഒത്തിരി ഓർഡറുകൾ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഒത്തിരി നല്ല പ്രൊഡക്റ്റുകൾ, കസ്തൂരി മഞ്ഞളും ഫേസ് പാക്കുകളും അതുപോലെ ബോഡി മോയ്സ്ചർ ഉണ്ട്. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള വിവാക്സിലാണ്. ലിപ്പാമും അതുപോലെ ലിപ്പാമിൽ തന്നെ 4 കളർ ഞാൻ ചെയ്യുന്നുണ്ട്. റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്, നൂഡ് ഉണ്ട്, പ്ലെയിൻ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളതും ബോഡി മോയ്സ്ചർ അങ്ങനത്തെ ഒക്കെ കുറെ സാധനങ്ങൾ, പിന്നെ നമുക്ക് ഹെൽത്തിന് ഉപകരിക്കുന്ന ഒത്തിരി മില്ലറ്റ്സുകൾ കാര്യങ്ങൾ, അങ്ങനെ കുറെ കറി മഞ്ഞൾ, അങ്ങനെ കുറെ ഗരം മസാല, ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ക്ലോത്ത് സെയിൽ ചെയ്യുന്നുണ്ട്, ചെടികൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആ കൂടെ നമ്മൾ പുതുതായിട്ട് ഓർണമെന്റ്സും കൂടി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷവും ഇതുപോലെ തന്നെ നമ്മൾ കൊറിയർ പാക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ച രാവിലെ മുതലുള്ള നല്ല കാര്യങ്ങൾ കാണിച്ചു തരാം. 3:30 ആയപ്പോ ഇതിന് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ ഇത് മിലോയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്തേക്കുന്ന ബെഡാണ് കേട്ടോ. മിലോയ്ക്ക് ഒരു ബെഡുണ്ട്, എനിക്കൊരു ബെഡുണ്ട്, അങ്ങനെയാണ്. അപ്പൊ മിലോയുടെ ബെഡിൽ മാത്രം അത് കിടക്കുള്ളൂ, അങ്ങനെ വേറെ ഒരു ശല്യങ്ങളും ഒന്നും ഉണ്ടാക്കൂല, അങ്ങനെയാണ്. ഞങ്ങൾ റൂം അടച്ച് കിടന്നിട്ടുണ്ടെങ്കിലും 3:30 ആകുമ്പോൾ ഇതിന് മൂത്രം ഒഴിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ഉടനെ വന്ന് ഈ ഡോറയിൽ ഭയങ്കരമായിട്ട് മാന്തു കേട്ടോ. എന്നിട്ട് മാന്തി സൗണ്ട് കേൾപ്പിക്കുക. എന്നിട്ട് നമ്മളെ ഒന്ന് നോക്കും, നമ്മൾ എണീക്കുന്നവരെ അങ്ങനെ കണ്ടിന്യൂസ് മാന്തും, വേറെ ഒന്നും ഉപദ്രവിക്കത്തില്ല. അപ്പൊ നമ്മൾ അറിയും, അങ്ങനെയാണ്. പിന്നെ അതിന് വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി മൂത്രമൊക്കെ ഒഴിച്ച് അപ്പിയൊക്കെ ഇട്ട് അങ്ങനെ. പിന്നെ അതിന് ഇച്ചിരി ഫുഡ് വേണമെന്ന് പറയും, അപ്പൊ അതിന് ഞാൻ ഫുഡ് കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഒന്ന് മൂത്രമൊക്കെ ഒഴിച്ച് വന്ന് സുഖമായിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങും കേട്ടോ. അത് അതിന്റെ ബെഡേ കിടക്കും, ഞാൻ എന്റെ ബെഡേ കിടക്കുക, അങ്ങനെ കിടന്നുറങ്ങുന്ന സീനാണ് കേട്ടോ അത്. ഇപ്പൊ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എണീറ്റു, നല്ലൊരു പാൽച്ചായ, ഇപ്പൊ ഞാൻ പാല് മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു പാൽച്ചായയൊക്കെ വെച്ചു. ഇന്നത്തെ കാലത്ത് ഒരു 20-25 വയസ്സ് മുതലേ തന്നെ നമ്മൾ അത്യാവശ്യം നട്ട്സും ഒക്കെ നമ്മൾ കഴിക്കണം കേട്ടോ. കാരണം സിങ്ക്, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇതിന്റെ ഒക്കെ കുറവ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനാണെങ്കിൽ ഇതുപോലെ മത്തക്കുരു, തണ്ണിമത്തന്റെ കുരു, അതുപോലെ നട്ട്സ്, കടലവർഗ്ഗങ്ങളൊക്കെ കുറച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. ഇതിന്റെ ക്യാരറ്റും കൂടി ഇടുവാണെങ്കിൽ ഒന്നോടെ ഹെൽത്തി ആവും. പക്ഷെ ഞാൻ ഇന്ന് അതിന് സമയം എടുക്കുന്നില്ല, കാരണം നമുക്ക് കുറെ ഇപ്പൊ തന്നെ നമുക്ക് തുടങ്ങേണ്ട കുറെ ജോലികളുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ പോട്ടെ എന്ന് ഓർത്തു. അല്ലെങ്കിൽ ഞാൻ ക്യാരറ്റും കൂടി ഞാൻ ഗ്രേറ്റ് ചെയ്തിടാറുണ്ട് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ്. തേങ്ങ ഇട്ടിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ പാല് മേടിക്കാറുണ്ട്. രാവിലെ എനിക്ക് എന്തായാലും ഒരു പാൽച്ചായ, അത് ഭയങ്കര ഒരു കൊതിയാണ്. പിന്നെ പഴമുണ്ട്, ഇന്ന് ചിക്കൻ കറി വെച്ചതുണ്ട്. പക്ഷെ ഇന്ന് പഴം കൂട്ടി പുട്ട് കഴിക്കാനുള്ള ഒരു മൂഡാണ്. ഒരേ ദിവസം ഒരേ മൂഡല്ലേ നമുക്ക്. ഇത് അശ്വം വെച്ച് 2 ദിവസം മുമ്പ് ഇവിടെ സ്വീറ്റ് ഇത് അമ്പഴങ്ങ ഉണ്ട് കേട്ടോ. അത് അച്ചാറിട്ടത്, എണ്ണ കുറച്ച് കൂടുതലാന്ന് കണ്ടിട്ട് തോന്നുന്നു. എനിവേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് എങ്ങനെയുണ്ടെന്ന് പറയാം. അവനെ നിർബന്ധിച്ച് കുക്കിംഗ് ഒക്കെ പഠിച്ചോണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കല്യാണം കഴിക്കാനായി ഏകദേശം, അതുകൊണ്ട് കുക്കിംഗ് എല്ലാം മസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവൻ ഓരോന്നൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ടതുകൊണ്ടല്ല, എന്നാലും ഉണ്ടാക്കുക. അപ്പൊ നമുക്കൊരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് രാവിലെ ഒരു ഗ്ലാസ് എന്തായാലും വെള്ളം കുടിക്കണം. അങ്ങനെ ഞാനാണെങ്കിൽ രാവിലെ നമുക്ക് കോഴിയുണ്ട്, തത്തയുണ്ട്, പൂച്ചയുണ്ട്, അതുപോലെ ഡോഗ്സ് ഉണ്ട്. ഇവർക്കൊക്കെ ഉള്ള ഫുഡുകൾ ഞാൻ രാവിലെ തന്നെ കൊടുക്കൂട്ടോ. അവര് പട്ടിണിക്ക് ഇട്ടിട്ടുള്ള പരിപാടികളില്ല. ആ കൂടെ നമുക്ക് നമ്മുടെ ജോലികളും തുടങ്ങാം. അപ്പൊ അവര് ഹാപ്പി ആയിട്ട് അങ്ങ് ഇരുന്നോളും, അവരുടേതായ രീതിക്ക് ബഹളങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ഇരുന്നോളും. പിന്നെ നമുക്ക് നമ്മുടെ ജോലി സ്വസ്ഥമായിട്ട് തുടങ്ങാം. ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ അയറമുള പേടിച്ചിട്ട് ഈ കോഴി എപ്പോഴും മുകളിൽ ഇങ്ങനെ ചെടീന്റെ മുകളിൽ കയറിയിരിക്കും കേട്ടോ. ഇത് 1-2 വട്ടം കൂട് പൊളിച്ച് കുറേ പിന്നെ നമ്മുടെ കോഴികളെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുട്ട് അവിടെ വേവട്ടെ, ചായ അവിടെ തിളക്കട്ടെ. അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്യാമെന്ന് ഞാൻ ഓർക്കുവാണ്. എന്നിട്ട് നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പൊ ഈ നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ് തുടങ്ങും കേട്ടോ. വയനാടല്ലേ, അപ്പൊ സെറ്റർ ഉപയോഗിക്കാതെ ഒരു രക്ഷയില്ല. സെറ്ററും തൊപ്പിയും ഒക്കെ ഇട്ട് ഇനി തന്നെ നിങ്ങൾ ഒരു ഫെബ്രുവരി വരെ കാണുള്ളൂ കേട്ടോ. നല്ല തണുപ്പിന്റെ സമയമാണ്. അപ്പൊ എനിക്ക് പുറത്ത് പോകാനും കൂടി ഉണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. അപ്പൊ ഞാൻ വേഗം ഡ്രസ്സൊക്കെ ചെയ്തു, ആ കൂടെ പാക്കിങ് ചെയ്യാം. പിന്നെ അച്ഛൻ എണീറ്റ് വരുമ്പോൾ അവനും കൂടി ഹെൽപ്പ് ചെയ്തോളൂ. എന്നിട്ട് നമുക്ക് വേഗം പുറത്ത് പോകാം. അങ്ങനെയാണ് എന്റെ പ്ലാന്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് വിശക്കുവാണെങ്കിൽ അപ്പൊ കഴിക്കാം, ഇല്ലെങ്കിൽ പോട്ടെ. ഇപ്പൊ ചൂടുവെള്ളമൊക്കെ കഴിച്ചല്ലോ. അപ്പൊ ആ രീതിക്ക് ഇന്നലെ അവൻ പള്ളിപ്പെരുന്നാളിന് പോയിട്ട് വന്നപ്പോ നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലൊരു നെയ്യപ്പം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ തന്നെ എടുത്ത് തട്ടി. അപ്പൊ അങ്ങനെ മധുരവും എണ്ണയൊക്കെ കഴിച്ചിട്ടിരിക്കുവാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാലും അത് രാവിലെ അങ്ങ് കഴിച്ചു. ഓക്കെ, ഇനിയിപ്പോ സമയം പോലെ പുട്ടൊക്കെ കഴിച്ചത്. അപ്പൊ ഇന്ന് നമുക്ക് കുറേ എണ്ണം പാക്ക് ചെയ്യാനുണ്ട്. ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട്. 100 എണ്ണേ അവർ സമ്മതിക്കുള്ളൂ. അപ്പൊ ആ 100 എണ്ണം ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട് ഇന്ന്. അപ്പൊ അത് മൊത്തം പാക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിപ്പോൾ കൊറിയറുമായിട്ട് പോകാൻ വേണ്ടി. കുറെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാണ്ട് അത് വേറെ ഒരു പാക്കറ്റിലാക്കിയിട്ട് മാറ്റി വെക്കണം. അങ്ങനെയൊക്കെയാണ്. അത് അപ്പം തന്നെ ഞാൻ മാറ്റി വരാന്തയിലേക്ക് കൊണ്ടുവെക്കും. അല്ലെങ്കിൽ ഇതുമായിട്ട് മിക്സ് ആയിട്ടിട്ടേ മാറിപ്പോരോ, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്യട്ടെ. എന്നിട്ട് ആ പാക്കിങ്ങിന്റെ ഇടയ്ക്ക് എനിക്ക് പറ്റിയാൽ ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ കുറച്ചൊക്കെ. അങ്ങനെയാണ്. ഒത്തിരി സാധനങ്ങൾ ഓർഡർ തരുന്നുണ്ട് എല്ലാവരും. ഗീ ആണെങ്കിലും പിന്നെ നമ്മൾ കുറെ പുതിയ സാധനങ്ങൾ ഒരേ വട്ടം കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് നിങ്ങളെ ചില സമയത്ത് ഇന്ന് ഞാൻ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കാണിക്കാൻ വീഡിയോ ആയിട്ട് എടുത്തിടാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെയാണ്.
അപ്പം പക്ഷെ കാറ്റലോഗ് കയറി നോക്കി ഓരോന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ ഞാൻ പുതിയൊരു സാധനം ആഡ് ചെയ്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിച്ചണിലൊക്കെ നമ്മൾ ടവലുകൾ യൂസ് ചെയ്യുമല്ലോ, അത് കഴുകിയിട്ട് ഉണങ്ങാൻ, പിന്നെ നമ്മുടെ കുഞ്ഞു മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ അതൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീലിന്റെ ഒരെണ്ണത്തെ തന്നെ 10 എണ്ണം ഹോൾഡ് ചെയ്യാം. ഒരു ഹാങ്ങറെ തന്നെ 10 എണ്ണം സ്റ്റീലാണ് തന്നെ, അപ്പൊ തുരുമ്പെടുക്കത്തില്ല. പിന്നെ അത് സെക്യൂർ ചെയ്യാൻ വേണ്ടി അതിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ അതിന് വേറൊരു കൊളുത്തും കൂടിയുണ്ട്. അങ്ങനെ ഒരു വിത്ത് ഒരു സെക്യൂർ കൊളുത്തും കൂടിയുള്ള പിന്നെ ഒരു തരം പിന്നെ ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല യൂസ്ഫുൾ അത്. പിന്നെ നമ്മൾ ലേഡീസ് ആണെങ്കിൽ നമ്മുടെ ഷഡ്ഡിയും ബ്രായൊക്കെ ഒന്നിച്ചലക്കി ഇങ്ങനെ ഒന്നിച്ച് വിരിച്ചിടാം, ആ ഒരു രീതി. എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം, ആ ഒരു രീതിയിലുള്ളത്. പിന്നെ മക്കളുടെ ക്ലോത്തുകളൊക്കെ ഹാങ് ചെയ്തിടാം, ടവലുകൾ, അങ്ങനെയൊക്കെ ഒത്തിരി ഉപകാരമുള്ളതാണ്. സ്റ്റീലിന്റെയാണ്, ഞാൻ ഒത്തിരി റേറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കുറെ പുതിയ സാധനങ്ങൾ കൂടി ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. വീഡിയോ ആയിട്ട് ചിലപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അപ്പൊ ചില സംഗതി കൂടി ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ എന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ സ്ലൈഡ് പോലത്തെ കുത്താറുണ്ട്. ഈ കറുത്ത ടിക് പോലത്തെ അങ്ങനത്തെ സ്ലൈഡും കുത്തും. ആ കൂടെ ഇങ്ങനത്തെ ഭംഗിയുള്ള ഒരു സ്ലൈഡും ഞാൻ കുത്താറുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ആണ്, ക്ലാസി ലുക്കാണ്. ഏത് ഏജുകാർക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ലൈഡ് കുത്തിന്നോർത്ത് അതൊരു അഭംഗിയായിട്ട് തോന്നത്തില്ല. കാരണം നമ്മൾ എന്ത് ഡ്രസ് ചെയ്താലും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസറീസ് നമുക്ക് ഭയങ്കര ആ ഒരു നമ്മുടെ ഒരു ബ്യൂട്ടി ആണെങ്കിലും നമ്മുടെ ഒരു ക്ലാസി ലുക്ക് ആണെങ്കിലും എൻഹാൻസ് ചെയ്യും. അത് ഉറപ്പാണ്. സിമ്പിളി നമ്മൾ വലിച്ചു വാരി എന്തെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്ന പോലെയല്ല, നമ്മൾ അതിന്റേതായ രീതിക്ക് സെറ്റിലായിട്ട് നമ്മൾ കുറച്ച് ആക്സസറീസും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗി കൊണ്ടുവരും. അപ്പൊ അങ്ങനത്തെ കുറെ ആക്സസറീസ് നമ്മൾ ഇപ്പം സെയിലിൽ ഇടുന്നുണ്ട്. നിങ്ങൾ എന്റെ വാട്സപ്പിലെ കാറ്റലോഗിലേക്ക് കയറി നോക്കിയോളൂ. അതിൽ പെട്ട ചില സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ സ്ലൈഡുകൾ സാരി ഉടുക്കും, ഈവൻ സാരി ഉടുക്കുമ്പോൾ പോലും നമുക്കിത് സുഖമായിട്ട് വിയർ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിന്റെ ഒക്കെ വീഡിയോ സെപ്പറേറ്റ് പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഓർത്തിരിപ്പുണ്ട്. അങ്ങനത്തെ കുറെ സ്ലൈഡുകൾ, ഇതൊക്കെ കണ്ടോ എന്തൊരു ഭംഗിയുള്ള കുഞ്ഞു സ്ലൈഡുകളാണെന്നുണ്ടോ. അതേപോലത്തെ ഒരു സ്ലൈഡ് കുത്തുന്ന നല്ല ഭംഗി കൊണ്ടുവരും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാറ്റലോഗിൽ കയറി നോക്കിക്കോളൂ. ഇതുപോലത്തെ കുറെ വെറൈറ്റി ഐറ്റംസ് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അടുത്തൊരു വിശേഷം പറയാനുള്ളത്, ഞാനിപ്പോ ഇട്ടേക്കുന്നുണ്ടോ റെഡ് ലിപ്പാമാണ് കേട്ടോ. അടിപൊളിയാണ് കൂട്ടുകാരെ. ചിലർക്ക് പിങ്ക് അത്ര ചേരത്തില്ല, പിങ്ക് വേണ്ട റെഡ് മതി എന്ന് എല്ലാവരും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എഡിബിൾ കളറും കൂടി ചേർത്തിട്ട് വി വാക്സിൽ കോക്കനട്ട് ഓയിലും എസൻഷ്യൽ ഓയിലും വി വാക്സും എഡിബിൾ കളറും ചേർത്തിട്ട് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റെഡ് ലിപ് ബാമും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ് ചുണ്ടിന്. അപ്പൊ അത് ആവശ്യമുള്ളവരും നേരെ കാറ്റലോഗിലേക്ക് പോരെ. പിന്നെ ഒരു റെഡും ഒരു പിങ്കും ഒരു നൂഡും മേടിച്ചു വെക്കുന്ന, അല്ല, ഒരു റെഡും ഒരു പിങ്കും ഒരു പ്ലെയിൻ ലിപ് ബാമും കൂടി മേടിച്ചു വെക്കുന്ന ഏറ്റവും ബെസ്റ്റ്. കുറെ ഡ്രസ്സുകൾക്ക് പിങ്ക് ലിപ് ബാം ഒക്കെയാണ്, കുറെ ഡ്രസ്സുകൾക്ക് ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഈ സെറ്ററിന് ഇതിനൊക്കെ റെഡ് ലിപ് ബാമാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ആ ഒരു രീതിക്ക് റെഡ് നല്ല. പിന്നെ പ്ലെയിൻ ലിപ് ബാം മേടിക്കേണ്ടത് നമ്മുടെ ചുണ്ടിന്റെ കെയറിന്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ ചുണ്ടലങ്ങ് തേച്ചേക്കുവാണെങ്കിൽ, നമ്മളിപ്പോ പുറമെ ഒന്നും പോകുന്നില്ല, വീട്ടു ജോലികൾ എടുത്ത് കിടക്കുകയാണ്, ചുണ്ടേ കുറച്ച് പ്ലെയിൻ ലിപ് ബാം ഇട്ടേക്കുവാണെങ്കിൽ ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടും പൊട്ടാതെ പിഗ്മെന്റേഷൻ ഒക്കെ മാറി തുടുത്തിരുന്നോളും. ആ രീതിക്ക് പ്ലെയിനും കൂടി ഒരെണ്ണം മേടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ട്യൂബിലാണ് പ്ലെയിന്, ബാക്കിയെല്ലാം കണ്ടെയ്നറിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് ലിപ് ബാം കേട്ടോ. അപ്പം അതൊരു വിശേഷം. ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഹാങ്ങറിന്റെ കാര്യം. ഇത് കണ്ടോ, ഇവിടെ ഇതിനെ സെക്യൂർ ആക്കിയിട്ട് കൊടുക്കാൻ ഒരു കൊളുത്തും കൂടി, ഒരു എക്സ്ട്രാ ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ എവിടെയെങ്കിലും കൊളുത്തിട്ട് ഇത് കണ്ടോ, ഇത് റൗണ്ടായി, ഇതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റത്തില്ല. ഇതൊരു പിന്നെ സെക്യൂർ കൊളുത്തായി. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പം മറിഞ്ഞാടും പോകും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് സ്റ്റീലാണ്, തുരുമ്പെടുക്കൂല. പിന്നെ ഇതാ നല്ല ബലമുള്ള 10 കൊളുത്തുകളുമാണ് ഇതിനെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് നല്ല ഉപകാരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതേപോലത്തെ നമ്മുടെ ഷഡ്ഡി ബ്രായ അങ്ങനത്തെ ഒക്കെ ഹാങ് ചെയ്തിടാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ പിള്ളേരുടെ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്തു. 2 എണ്ണം മേടിച്ചാൽ ഒത്തിരി ഡ്രസ്സുകൾ ഇതിൽ ഹാങ് ചെയ്യാൻ പറ്റി. ഇത് നല്ല ബലമുണ്ട്. അത്ര എന്ത് ഷർട്ടുകളോ എന്ത് വേണം ഇതിൽ ഹാങ് ചെയ്യാം. ആ രീതിക്ക് നല്ല ബലമുണ്ട്. അപ്പൊ അങ്ങനെയാണ്. ഇത് ആവശ്യമുള്ളവർ പോരട്ടെ. ഇതൊക്കെ റെയർ പീസ് അല്ലേ, നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ലല്ലോ. ഇതിന്റെ പ്ലാസ്റ്റിക് കണ്ടിട്ടുണ്ട് നമ്മൾ കടകളിൽ, പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ബലത്തില് നല്ല സാധനം കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് ആവശ്യമുള്ളവര് നേരെ വാട്സപ്പിൽ കാറ്റലോഗിലേക്ക് പോരാൻ. പിന്നെ കുറെ വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ഒത്തിരി ഓർണമെന്റ്സ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഇടാൻ സമയം കിട്ടിയിട്ടില്ലെന്ന്. അപ്പൊ കുറച്ച് സാധനങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഓരോരോ വീഡിയോയിൽ കാണിച്ചു തരാം. അല്ലാതെ വീഡിയോ ആയിട്ട് ചെയ്ത് മിക്കവാറും നടക്കത്തില്ല, സമയക്കുറവാണ്. അപ്പൊ ഞാൻ ചില സംഗതികൾ കാണിച്ചു തരാം. ഇപ്പൊ ഇത് കണ്ടോ, ഇത് എന്താ പറയാ, മുടിയേലും ഇടാം. അതൊരു സ്റ്റൈലായിട്ട് നമ്മൾ കയ്യേൽ ഇങ്ങനെ ഇട്ടോ നടക്കാറില്ലേ, അങ്ങനെ ഇടാൻ പറ്റുന്ന കേട്ടോ. അപ്പൊ ഈ ഡ്രസ്സിന്റെ കൂടെയൊക്കെ എനിക്ക്, ഈ സെറ്ററിന്റെ കൂടെയൊക്കെ എനിക്ക് സുഖമായിട്ട് കയ്യിലൊക്കെ ഇട്ടോ നടക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു തരം ചെയിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം. അത്രയേ ഉള്ളൂ. നല്ല രസമുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. രസമല്ലേ, മുടിയിലും വേണമെങ്കിൽ ഇടാം, കയ്യിലും വേണമെങ്കിൽ ഇടാം. ആ രീതിക്കുള്ള ഒരു
ഒരു ചെയിൻ അങ്ങനെ പറയാം. അങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർ മേടിച്ചോ. ഞാൻ കുറച്ച് ബോക്സിലേക്ക് ആക്കി എടുത്തോണ്ട് വന്നാൽ ഇത്. പിന്നെ നമ്മളിപ്പം ജീൻസ് ടോപ്പ് അല്ലെങ്കിൽ സാരി ഒക്കെ എടുക്കുമ്പോൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഗോൾഡ് ഡയമണ്ട് ഒന്നും അല്ല എല്ലാവരും ഇടുന്നത്. നല്ല ഭംഗിയുള്ള ഓർണമെന്റ്സുകളാണ് നമ്മൾ അല്ലാതെ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പൊ ജീൻസിന്റെ കൂടെയൊക്കെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ആമ്പിള്ളേരൊക്കെ ഏത് സമയം എടുത്താണോ അല്ലെ അശ്വിനൊക്കെ വീഡിയോ ശ്രദ്ധിച്ചു, അവന് മാല വള ഒക്കെ ഇടും. ഈവൻ ബിഗ് ബോസിന് മോഹൻലാൽ വരുമ്പോൾ പോലും എന്തോ ഒരു ആഭരണങ്ങൾ ഇട്ടിട്ടാണ് വരുന്നത്. ഇപ്പൊ അതൊരു ട്രെൻഡാ. ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. നല്ല നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ലുക്കുള്ള ഒരു തരം പ്രത്യേക തരം ആഭരണങ്ങൾ എല്ലാവരും ഇടുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ കൂട്ടുകാരെ. ഇപ്പൊ ഒരു സാരീന്റെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജീൻസിന്റെ ടോപ്പിന്റെ കൂടെ ആയിരിക്കാം, ഇപ്പൊ ഒരു വെള്ള ടോപ്പിന്റെ കൂടെ ഇതിട്ടാ അതിന്റെ ഒരു ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് രസമായിട്ട് കിടക്കുന്ന ജീൻസിന്റെ ടോപ്പ്. ഏതിന്റെ കൂടെ, ഈവൻ ഈ ബ്ലാക്കിന്റെ കൂടെ പോലും ഇട്ടാൽ അതിനൊരു ക്ലാസി ലുക്ക് വരുന്നില്ലേ, നല്ല രസമില്ലേ. അങ്ങനെ ഇങ്ങനത്തെ ഇതൊക്കെ നിങ്ങൾ റയർ ആയിട്ട് കണ്ടിട്ടുള്ള പീസുകളായിരിക്കും. വെറും ഒരു മുത്തുമാലയല്ല ഇത്, ഭയങ്കര നല്ലൊരു മെറ്റലിന്റെ ചെയിനുമായിട്ട് പിന്നെ അതിൽ ഭയങ്കര ഒരു ക്ലാസി ലുക്കുള്ള സാധനങ്ങളാണ്. ഇങ്ങനത്തെ കുറേ ടൈപ്പുകൾ നമ്മളിപ്പോൾ സെയിലിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാറ്റലോഗിൽ കയറി നോക്കിക്കോളൂ. ഏത് ഡ്രസ്സിന്റെ കൂടെ മാച്ചായി പോകും. ഈവൻ ഒരു മിഡിയും ടോപ്പ് നമ്മൾ ഇടത്തില്ലേ. ഇപ്പൊ അങ്ങനെ ഏജ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് ചേരുന്ന എന്ത് ഡ്രസ്സും നമ്മളിപ്പോ എല്ലാവരും ഏത് ഏജിലാണെങ്കിലും ഇടും അല്ലെ. അങ്ങനെയൊക്കെ ഞാനൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ ഈ ചെറുപ്പത്തിൽ ഭയങ്കര കൊതിയായിരുന്നു. നല്ല നല്ല ജീൻസിന്റെ ടോപ്പ് മിഡിയൊക്കെ ഇടുക, നല്ല നല്ല ഡ്രസ്സുകൾ ഇടുക എന്നൊക്കെ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു അവസരം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. മീൻസ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ജസ്റ്റ് പഠിപ്പിക്കുക, ഹോസ്റ്റലിൽ നിർത്തുക, അതിനുള്ള ഫീസ് തന്നെ എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഭയങ്കര വിഷമിച്ചാ തന്നോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എന്റെ കൊതിയെല്ലാം എന്റെ ചുറ്റുമുള്ള പണക്കാരി പിള്ളേരെ കണ്ട് കൊതിച്ച് ഇങ്ങനെ വിഷമിച്ചാ ഞാൻ തീർത്തോണ്ടിരുന്നത് കേട്ടോ. +2 സമയത്ത്, പ്രീ ഡിഗ്രി സമയത്തൊക്കെ അങ്ങനെയൊക്കെ. നഴ്സിംഗിന്റെ സമയത്ത് പിന്നെ എന്റെ കൂടെ 1-2 നല്ല കാശാരി പെൺപിള്ളേരുള്ളതുകൊണ്ട് അവരുടെ സ്വപ്ന എന്ന് പറയുന്ന കൊച്ചുണ്ടായിരുന്നു കോഴിക്കോട്, ഒരു പട്ടാൾക്കാരന്റെ മോള. അപ്പം അവളുടെ ഡ്രസ്സായിരുന്നു ഞങ്ങൾ എല്ലാവരും, ബാക്കി 19 പേരെന്ന് പറയാം, 19 പേര് ഉപയോഗിച്ചോണ്ടിരുന്ന കേട്ടോ. ഒത്തിരി ഡ്രസ്സുകൾ അവൾക്ക് എല്ലാ മാസവും വരുമ്പോ കൊണ്ടു കൊടുക്കും. പിന്നെ അവൾ ഒത്തിരി മേടിക്കും അവിടെ തന്നെ. അവൾക്ക് പോക്കറ്റ് മണി ഒത്തിരി കൊടുക്കും. ഞങ്ങൾക്കൊക്കെ പോക്കറ്റ് മണി വളരെ തുച്ഛമായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്കത് സോപ്പും എണ്ണയൊക്കെ മേടിക്കാനുള്ള, പേസ്റ്റ് മേടിക്കാനുള്ള പൈസയെ കിട്ടത്തുള്ളൂ. അങ്ങനെ അപ്പൊ ഇവളെല്ലാ പ്രാവശ്യമുള്ള ഷോപ്പിംഗ്. പക്ഷെ ഭയങ്കര നല്ല ഹാർട്ടുള്ള ഒരു കൊച്ച്, എല്ലാം വാരി കൊടുക്കും എല്ലാവർക്കും. സ്വന്തമായിട്ടല്ല, നമ്മളെല്ലാം ഇടും, കൊതി മാറ്റി കൊതിച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ അവളുടെ ഡ്രസ്സ് എത്ര പേര് എടുത്ത അവളുടെ ഡ്രസ്സ് ബാക്കിയുള്ള 19 പേരുടെയും പെട്ടിക്കകത്തായിരുന്നു ഇപ്പോഴും. ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് തരാം, ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒന്നോടെ ഇട്ടിട്ട് തരാന്നൊക്കെ പറഞ്ഞ അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൊടുത്തിട്ടുണ്ടാവുള്ളൂ പോയപ്പോ. ആ രീതിക്കായിരുന്നു. ഞാനൊക്കെ എന്റെയൊക്കെ എല്ലാ ഫോട്ടോയിലും സ്വപ്നന്റെ ഡ്രസ്സായിരുന്നു. ആ രീതിക്കായിരുന്നു നേഴ്സിങ്. അങ്ങനെ പിന്നെയാണ് നമുക്ക് സ്വന്തമായിട്ട് ജോലിയൊക്കെ കിട്ടി, സാലറി ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോഴാണ് എന്റെ ആ പണ്ടത്തെ, അപ്പത്തേക്കും പ്രായം പോയി കേട്ടോ, കല്യാണം കഴിഞ്ഞല്ലോ, പ്രായം പോയി. അങ്ങനെ എന്നാലും ആ പണ്ടത്തെ കൊതിയൊക്കെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ മേടിച്ച്, മിഡി ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും ജീൻസ് ആണെങ്കിലും ഒക്കെ മേടിച്ചിട്ട് ആ ഒരു കൊതി മാറ്റുന്നത്. അപ്പൊ അതിന് ചേരുന്ന ആഭരണങ്ങൾ കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ക്ലാസി ലുക്ക് ഒന്നോടെ കൂടി കിട്ടും. അങ്ങനെയാണ്. അപ്പം ഇത് കണ്ടോ, ആവശ്യമുള്ളവർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാറ്റലോഗിലേക്ക് പറയും. ഞാൻ 1-2 മോഡൽ, കുറച്ച് മോഡലോടെ കാണിക്കാം. ബാക്കിയൊക്കെ ഞാൻ അവിടെ അടുക്കി വെച്ചേക്കുക. ഞാൻ എല്ലാ ഫോട്ടോ വൈകുന്നേരം എടുത്തിട്ട് കാറ്റലോഗിലേക്ക് ഇട്ടേക്കാം. അപ്പൊ കയറി നോക്കിക്കോളൂ കേട്ടോ. ഇത് കണ്ടോ, മെറ്റൽ ചെയിന്. അതിന്റെ കൂടെ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് മുത്തുകള്, അത് മെറ്റൽ തന്നെ. പിന്നെ നല്ലൊരു മയിലിന്റെ ഈ വശാണ്, മറ്റത് പുറവശ. മയിലിന്റെ ഒരു മെറ്റൽ വർക്കാണ് ഇത്. അടിപൊളിയല്ലേ. ഒരു ജീൻസിന്റെ കൂടെയൊക്കെ എന്നിട്ട് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഈവൻ ഒരു സാരിയുടെ കൂടെ പോലും മിഡി ടോപ്പിന്റെ ഒക്കെ കൂടെ നമുക്ക് കോട്ട് സെറ്റിന്റെ കൂടെ അടിപൊളിയായിട്ട് ചേർന്ന് പോകും. അങ്ങനെ ഏത് ഡ്രസ്സിന്റെ കൂടെ ചേർന്ന് പോകും, ഏത് പ്രായത്തിലുള്ളവർക്കും ഇടാന്നുള്ളതാണ് അതിന്റെ ഒരു രസം. അപ്പൊ ഏത് ചെറിയ പെൺപിള്ളേർക്കും ഇടാം, നമുക്കും ഇടാം, കോളേജ് പിള്ളേർക്കും ഇടാം. ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഭംഗി വരുന്നത്. ഇത് നോക്കിക്കേ, എന്തൊരു ലുക്കാന്ന് നോക്കിയേ. നല്ലൊരു മെറ്റൽ, പിന്നെ അതിന്റെ കൂടെ റോഡ് പോലെ ഹാങ്ങിങ് ആയിട്ട് അടിപൊളിയല്ലേ. എന്ത് രസമെന്ന് നോക്കിയേ. നല്ല ക്ലാസി ലുക്കുള്ള സാധനമല്ലേ. അപ്പൊ ഇതൊക്കെ ആവശ്യമുള്ളവര് നേരെ കാറ്റലോഗിലേക്ക് നോക്കിക്കോളൂ കേട്ടോ. ഇത് കണ്ടു കൂട്ടുകാരെ, ഞാൻ എന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതേപോലത്തെ 3-4 എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പല ടൈപ്പിന്റെ. നല്ല രസമുള്ള, നല്ല ഈ സ്റ്റോൺ കൂടി വരുമ്പോ, മെറ്റലിന്റെ കൂടെ ഈ സ്റ്റോണും കൂടി വരുമ്പോ എന്തൊരു ലുക്കാന്ന് നോക്കിക്കേ. അപ്പം ഇതുപോലത്തെ കുറച്ച് ഞാൻ ജീൻസിന്റെ കൂടെയും കോട്ട് സെറ്റിന്റെ കൂടെ ഒക്കെ ഇടാൻ വേണ്ടിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ. അപ്പം ആവശ്യമുള്ളവര് നേരെ പോരാ കേട്ടോ. ഇനി
നമ്മള് കമ്മലുകൾ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തുറന്നിട്ട് ഓരോന്ന് ഫോട്ടോസ് എടുത്തിട്ടിടാം കേട്ടോ. ഇപ്പൊ ഈ ഒരു ടോപ്പിന്റെ കൂടെ ഇതേപോലെ ഒരു വെള്ള കമ്മല് വലിയൊരു സ്റ്റഡ്, ആ മാല ഇടാതെ സ്റ്റഡ് മാത്രമായിട്ട് ഇടുവാണെങ്കിൽ അതൊരു ക്ലാസി ലുക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയല്ലേ വലിയ സ്റ്റഡുകള്, മുത്തുകൾ, വലിയ സ്റ്റഡുകള്, നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്റ്റഡുകളാണ്. അപ്പൊ അത് ആവശ്യമുള്ളവർ പോരെ. ഇതിൽ പല പല വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പം അത് എല്ലാം ഞാൻ ഫോട്ടോസ് എടുത്തിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിടാം കേട്ടോ. പിന്നെ അതിന്റെ തന്നെ ഗോൾഡൻ കളർ, ഗോൾഡൻ മുത്തുകളും ബാക്കി വലിയ വലിയ സ്റ്റോണുകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പോഴൊരു ട്രെൻഡിങ് ആണ് ഇതേപോലെ വലിയ കമ്മലുകള്, റൗണ്ട് രീതിക്കുള്ള നല്ല എന്താ പറയാ ഭംഗിയുള്ള വലിയ ഹാങ്ങിങ് ആയിട്ടുള്ള റൗണ്ട് രീതിക്കുള്ള കമ്മലുകൾ അടിപൊളിയായിട്ട് മിഡീന്റെ ടോപ്പിന്റെ കൂടെ, കോഡ് സെറ്റിന്റെ കൂടെ, ജീൻസിന്റെ ടോപ്പിന്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ചേർന്ന് പോകും. അങ്ങനെയുള്ളത് ഭയങ്കര സ്റ്റാൻഡേർഡ് ക്ലാസി ആയിട്ട് ഇപ്പൊ എല്ലാവരും അങ്ങനെ വിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ, ഇതിന്റെ ഒക്കെ കളർ ചേഞ്ചുകളും ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ ഫോട്ടോ എടുത്തിട്ട് കാറ്റലോഗിലേക്ക് ഇട്ടേക്കാം, നിങ്ങളൊന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇതിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ റേറ്റ് ഒന്നും നമ്മൾ ഇടുന്നില്ല. നമ്മുടെ ഈ പ്രൊഡക്റ്റുകളെല്ലാം ബോംബെ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി റേറ്റിലല്ല, ഇന്ത്യൻ മെയ്ഡ് തന്നെയാണല്ലോ. അപ്പൊ ആ രീതിക്കാകുമ്പോൾ നമുക്ക് ഒത്തിരി റേറ്റിലല്ല നമ്മൾ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നേരെ വാട്സപ്പിലേക്ക് വന്ന് നോക്കിക്കോളൂ. ഇനിയിപ്പോ നമുക്ക് നേരെ ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ട് മഞ്ഞൾ റൂമിൽ വെച്ച് കാണാം, പാക്കിങ്ങിന്റെ സെക്ഷനിൽ നിന്ന് കാണാം കേട്ടോ. ഒന്ന് വായോ. അപ്പൊ ഞാൻ ഇതൊന്നുകൂടെ ബുക്കിൽ ചെക്ക് ചെയ്തിട്ട് വേഗം നമുക്ക് പാക്കിംഗ് റൂമിലേക്ക് പോകാം. ടേബിളിലും പാക്കിംഗ് റൂമും ഒക്കെ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പൊ പറ്റുന്നത് ഞാൻ മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. അതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞിട്ട് അശ്വൻ കൊച്ചിനെയും കൂടി പ്രതീക്ഷിച്ചാണ് ഇന്ന് പാക്കിങ്ങിന് അവന്റെ ഹെൽപ്പും കൂടി ഉണ്ടെന്ന് ഓർത്താണ് ഇരുന്നത്. നോക്കുമ്പോൾ രാവിലെ അവൻ ഡ്രസ്സ് മാറിയിട്ട് പോകാൻ തുടങ്ങും. അപ്പോഴാണ് ഞാൻ ഓർത്ത്, അയ്യോ അവൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് പള്ളി പെരുന്നാളാ, അപ്പൊ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പൊ പിന്നെ എനിക്ക് വെപ്രാളം കയറിയിട്ടോ. അപ്പൊ ഞാൻ തന്നെ ഇന്ന് പാക്ക് ചെയ്യണം, അവനും കൂടി ഉണ്ടല്ലോ എന്ന് ഓർത്ത ഞാൻ ഇന്നലെ രാത്രി ലേറ്റ് ആയായിരുന്നു പണികളൊക്കെ തീർന്നപ്പോ. എന്നാലും ഞാൻ കുറെയൊക്കെ പാക്ക് ചെയ്ത് വെച്ചേനെ. പക്ഷെ അവനും കൂടി ഇന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ രാവിലെ പാക്ക് ചെയ്യാൻ ഓർത്ത് ഇരിക്കുമായിരുന്നു. നോക്കുമ്പോൾ അവൻ അങ്ങോട്ടേക്ക് പോവല്ലേ. അപ്പൊ ഞാൻ പിന്നെ ഇന്ന് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ പാക്ക് ചെയ്യും, എന്നിട്ട് കൊടുത്തു വിടും. ഒരു 3 മണി വരെയൊക്കെ നമുക്ക് പാക്കിങ് കഴിഞ്ഞിട്ട് കൊടുത്തു വിടണം. പിന്നെ അവർക്ക് കൊറിയറുകാർക്ക് അവിടുന്ന് ഇത് അഡ്രസ്സൊക്കെ നോക്കി ബുക്ക് ചെയ്തിട്ട് നാളെ ഞായറാഴ്ചയല്ലേ, അപ്പൊ ഇന്ന് തന്നെ അവർക്ക് വിടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ബുക്ക് ചെയ്യാനുള്ള സമയം വേണം. അവർക്ക് ഇതൊക്കെ എഴുതാൻ, വെയിറ്റ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ എഴുതാൻ. നമ്മൾ വെയിറ്റ് നോക്കി വിടുന്നെങ്കിൽ അവരൊന്നോടെ വെയിറ്റ് ഒക്കെ നോക്കി നോട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് വിടുന്നത്. അപ്പൊ അതിന് സമയം കൊടുക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. 3 മണിയെങ്കിലും ആവട്ടെ, 3:30 മാക്സിമം കൊടുത്തു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ സമയത്ത് കൊണ്ട് നമുക്ക് എന്തായാലും പാക്കിങ് കഴിഞ്ഞ് കൊടുത്തു വിടണം. അങ്ങനെയാണ് എല്ലാ സാധനം മേടിക്കുന്നുണ്ട് കേട്ടോ. മില്ലറ്റ്സ് ആണെങ്കിലും ഗീ ആണെങ്കിലും ഒക്കെ ഒത്തിരി നല്ല പ്രൊഡക്റ്റുകളല്ലേ നമ്മുടെ അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടി ഓയിൽ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്താൽ നല്ലതാ. മുഖത്തിനൊക്കെ ചുളിവൊക്കെ മാറി, പിഗ്മെന്റേഷനൊക്കെ മാറി. അതുപോലെ കസ്തൂരി മഞ്ഞൾ ഒത്തിരി നല്ലതാണ് കൂട്ടുകാരെ. നമ്മളെ ഇപ്പൊ അടുത്ത വർഷം കൃഷിയില്ല, അതുകൊണ്ട് ആവശ്യമുള്ളവരൊക്കെ മേടിച്ചു വെച്ചോളൂ. എത്ര കാലം വേണേലും അത് ഇരുന്നോളൂ. അപ്പൊ 3-4 പാക്കറ്റൊക്കെ ഇന്ന് ഓർഡർ തന്നവരുണ്ട്. അങ്ങനെ മേടിച്ചു വെക്കാനും കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ ആയിട്ട് അത്രയും നല്ലതാണ്. പിഗ്മെന്റേഷൻ മാറാനും മുഖത്ത് നല്ല ഗ്ലോ ആവാനും ഒക്കെ പിന്നെ ഒത്തിരി നല്ലതാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. ചെറിയൊരു നിറമൊക്കെ വെക്കും ആ ഒരു രീതിയിലൊക്കെ. ഒരു 8 വയസ്സായ പിള്ളേർക്ക് മുതൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ആയുർവേദ ഡോക്ടർമാർ അങ്ങനെ പറയണേ, 8 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് മുതൽ യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിക്ക് പിന്നെ നമ്മുടെ ഒരേ പ്രൊഡക്റ്റുകളും ഒത്തിരി വീട്ടമ്മമാർക്ക് ഉപകാരമുള്ള ഒത്തിരി പിന്നെ പ്രൊഡക്റ്റുകൾ, മൈക്രോഫൈബർ എസ്പെഷ്യലി എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല. ഞാനിപ്പോ എല്ലായിടത്തും അങ്ങനത്തെ മൈക്രോഫൈബറിന്റെയും പിന്നെ നല്ല നല്ല ടയർ മീൻസ് ടയർ പോലെ തോന്നുന്ന ആ പ്ലാസ്റ്റിക്കിന്റെ ഇതില്ലേ, അതുപോലത്തെ റബ്ബർ, പ്ലാസ്റ്റിക് അല്ല റബ്ബർ, അങ്ങനത്തെ ഒക്കെയാണ് ഞാനിപ്പോ റൂമുകളിലും ബാക്കി എല്ലായിടത്തും ഇടുന്നത്. ഇത്രയും നമുക്കിപ്പോ പാക്ക് ചെയ്യണം. ഇത്രയെങ്കിലും പാക്ക് ചെയ്ത് ഇപ്പൊ വിടണം. ബാക്കിയുള്ളത് നോക്കട്ടെ, സമയം പോലെ ഞാൻ ബാക്കിയുള്ളത് എടുത്തിട്ട് പാക്ക് ചെയ്യും. ഇത് അതിന്റെ സൈഡ് കഷ്ണങ്ങൾ ഇതൊക്കെ കളയാം, ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് നമുക്കങ്ങ് പാട്ടൊക്കെ വെച്ചിട്ട് ചടുപടൂന്ന് അങ്ങ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഓവർ വോയിസ് കൊടുക്കാം, അതാ നല്ലത്. പിന്നെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വർത്താനൊക്കെ പറയുമ്പോൾ കേട്ടോ. അപ്പൊ ഞാൻ പാട്ടൊക്കെ വെക്കട്ടെ, എന്നാൽ മനസ്സിനൊരു സന്തോഷം കിട്ടും. പെപ്പർ ക്രഷറൊക്കെ എല്ലാവരും മേടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ചിപ്പർ മേടിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വലിയ ടേബിളിൽ അച്ഛൻ പാക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പാക്ക് ചെയ്യാം. അവിടെ ഇട്ടാ വട്ടേ ഉള്ളൂ, അവിടെ ശരിയാകത്തില്ല. അപ്പൊ ഞാൻ കുറെ അവിടെ പാക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. വലിയ വലിയ സാധനങ്ങൾ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അവിടെ നിന്ന് ആദ്യം ഞാൻ കുറെ ചെറിയ സാധനങ്ങൾ പാക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ചെറിയ പാക്കിംഗ് എല്ലാം ഞാൻ കഴിഞ്ഞു. ഇനി നമുക്ക് വലിയ പാക്കിങ്ങിലേക്ക്. അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 3 ഗീ ആണ് കേട്ടോ. 1/2 കിലോ ഇവിടെ വെച്ച 3 ഗീ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്യാം. വലിയ പാക്കിംഗ് എല്ലാം ഞാൻ ഇവിടുന്ന് ചെയ്യാൻ നോക്കുവാണ്. അപ്പൊ ഞാൻ ഓരോന്നിനെ കാർട്ടൂൺ എടുത്തുകൊണ്ട് വന്നിട്ട് വേഗം വലിയ പാക്കിംഗ് ഇവിടുന്ന് ചെയ്യട്ടെ. ഇനി
കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓറഞ്ച് പെക്കോട്ടി 2 എണ്ണം, ഓറഞ്ച് പെക്കോട്ടി, പിന്നെ മില്ലറ്റ് 3 kg, 1 2 3 kg, പിന്നെ ഗീ 1/2 കിലോ, പിന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കറിമഞ്ഞൾ, പിന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന കറിമഞ്ഞളാണ്. കറിമഞ്ഞൾ കുറേ എനിക്ക് ലേബൽ ഒട്ടിക്കാൻ സമയം കിട്ടിയുള്ളൂ, അപ്പൊ കുറച്ച് പിന്നെ ഞാൻ ലേബൽ ഒട്ടിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച പാക്ക് ചെയ്ത് എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പം ഇത് റിസീവ് ചെയ്യുന്നവർ ക്ഷമിക്കുക, എന്നോട് ഞാൻ ലേബൽ ഒട്ടിച്ചില്ല, അതിൻ്റെയാണ്. അപ്പം ഇത്രയും നമുക്കൊരു വലിയ കാർട്ടൂണിലേക്ക് പാക്ക് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് ഒരേ പ്രൊഡക്റ്റുകളും എനിക്ക് ഓർഡർ തരുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് നോക്കാനും കസ്തൂരി മഞ്ഞൾ ഇട്ട് നോക്കാനും ലിപ് ബാം ഒക്കെ ട്രൈ ചെയ്യാനും ഒക്കെ ഭയങ്കര കൊതി ഉണ്ടാവും ഓരോ വീഡിയോ കാണുമ്പോഴും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ ഒക്കെ. നമ്മുടെ കമന്റ് സെക്ഷനിലേക്ക് കുറെ പേര് എഴുതിയിടുന്ന കാണാമല്ലോ, നല്ല പ്രൊഡക്റ്റുകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ അടുത്ത് മേടിക്കുന്നവർ തന്നെ അവരെ റിലേറ്റീവ്സിനോട് ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവരാണ് എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടിട്ടും വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടും ഒക്കെ ഓർഡർ തരുന്നത്. അപ്പൊ നിങ്ങൾ ഭയങ്കര കൊതിയോടെ ഇരിക്കാന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് ആദ്യമുള്ള ഓർഡറുകളല്ലേ ആദ്യം വിടാൻ പറ്റുള്ളൂ. അതുമല്ല 70 തന്നെ കൊണ്ടുവരാവുള്ളൂ എന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ചില സമയത്ത് 80, 90, അങ്ങനെ ചില സമയത്ത് 100 വരെ. അപ്പൊ ഞാൻ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് 100 എണ്ണം എന്തായാലും നിങ്ങൾ റിസീവ് ചെയ്യണോ, അല്ലാതെ പറ്റൂല എന്ന്. അങ്ങനെ അപ്പം നമുക്ക് പിന്നെ പാക്കിങ് ചെയ്യുന്നതിന് ഒരു സമയപരിധി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ബാക്കി ജോലികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇനി നമുക്ക് വെയിറ്റ് നോക്കി വെയിറ്റ് എഴുതിയിട്ട് ഇതൊരു ഒരെണ്ണം കംപ്ലീറ്റ്. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗീ 1/2 കിലോ, പിന്നെ ചിയ സീഡ്, പിന്നെ നമ്മുടെ ആ സ്റ്റീലിന്റെ ഫോൾഡിംഗ് ഗ്ലാസ്, പിന്നെ മൈക്രോ ഫിലിം, പിന്നെ കിച്ചൺ ക്ലീനർ, പിന്നെ കാറ്റ്സ്ക്ലോ, അത് ഞാൻ മുകളിൽ പോയി പാക്ക് ചെയ്തുകൊണ്ട് വന്നു. പിന്നെ പോക്കറ്റ്, നമ്മുടെ ബ്യൂട്ടി ബോക്സ് എന്ന് പറയുന്ന ആ ഒരു സാധനം, പിന്നെ പെപ്പർ ക്രഷർ, പിന്നെ കരിപ്പെട്ടി ചുക്ക് കാപ്പി, പിന്നെ നല്ലൊരു മൈക്രോ ഫൈബർ. അപ്പൊ ഇത്രയാണ് പിന്നെ നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എല്ലാം പാക്ക് ചെയ്യാം. ഈ മൈക്രോ ഫിലിം അടിപൊളിയാണ് കേട്ടോ കൂട്ടുകാരെ. ഫ്രിഡ്ജിലൊക്കെ അത് മുറിച്ചിട്ട് ഇടുവാണെങ്കിൽ ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ടിരുന്നുള്ളൂ. കബോർഡിലൊക്കെ നമുക്കത് വെക്കാൻ പറ്റും. കിച്ചണില് പ്ലാസ്റ്റർ ഒട്ടിച്ച ഇതിന്ന് പറിച്ചെടുക്കുമ്പോ അതിന്റെ കളറ് പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും പോറൽ വീഴുകയൊക്കെ ചെയ്യില്ലേ. ഇതാവുമ്പോ നമ്മൾ എയർപോർട്ടിലൊക്കെ നമ്മുടെ ബാഗ് സെക്യൂറായിട്ട് പാക്ക് ചെയ്യണം. ഇനി എന്നാ പറയാ, പിന്നെ കേക്കൊക്കെ നമ്മൾ മൂടി വെക്കില്ലേ, മീൻസ് ഹാഫ് കുക്കായിട്ട് നമ്മൾ പൊങ്ങാൻ വേണ്ടി മൂടി വെക്കത്തില്ലേ, ആ സാധനല്ലേ ക്ലിങ് ഫിലിം എന്നോ അങ്ങനെ കണ്ടല്ലേ ഇനി പറയുന്നേ. ഇനി നമുക്കിത് ഇതിൽ പാക്ക് ചെയ്യണം. അശോക് എനിക്ക് വലിയ സ്റ്റാപ്ലെയർ മേടിച്ചു തന്നിട്ടുണ്ട്. അത് എവിടെയാണെന്നറിയില്ല, അവൻ അത് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് പോകത്തില്ല അധികം. ഞാൻ ആ സ്ഥലത്തും കൂടി പ്ലാസ്റ്റർ ഒട്ടിക്കും. തിരക്കിട്ട് നമ്മൾ ഓരോ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒത്തിരി സന്തോഷത്തോടെ തന്നെയാണ് കേട്ടോ നമ്മൾ ജോലി ചെയ്യുന്നത്. കാരണം നമുക്ക് പുറമേ പോകണ്ടല്ലോ, അത് ഭയങ്കര ഒരു അനുഗ്രഹമല്ലേ, വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് ചെയ്യുന്നത്. പക്ഷെ തിരക്കാണ് കേട്ടോ, നല്ല തിരക്കിൽ നമ്മൾ രാവിലെ മുതൽ നന്നായിട്ട് പാക്ക് ചെയ്താലാണ്, രാവിലെ മുതൽ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാലാണ് നമുക്കൊരു 70 എണ്ണ 80 എണ്ണ എങ്കിലും ഒരു ദിവസം പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുത്തു വിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും ഓർഡർ പെൻഡിങ് ആവും. അപ്പൊ ഇങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും വിട്ടോ അങ്ങനെയൊക്കെ ഉള്ളത്, അതൊരു റിസ്ക്കും ടെൻഷനുമാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എന്തോരം വിടാൻ പറ്റുമോ അത്രയും ഞാൻ വിട്ട് തീർക്കും. അങ്ങനെയാണ് പിന്നെ സെൻഡാക്കി തീർക്കും. എന്നാലും കുറച്ച് ഓർഡർ പെൻഡിങ് വരും. എന്തായാലും നിങ്ങൾ ഒരു 5 ദിവസം നിങ്ങൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ 5 ദിവസം എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കാൻ തുടങ്ങുള്ളൂ, ചേച്ചി സെൻഡാക്കിയോ എന്നുള്ളത്. പിന്നെ അതുമല്ല, ഞാൻ പിന്നെ അയക്കുന്നതിന്റെ ഒക്കെ തലേ ദിവസം ഞാൻ അവർക്ക് മെസ്സേജ് വിടും, ഞാൻ നിങ്ങളുടെ നാളെ ഇന്ന ഡേറ്റിൽ ഇന്ന ദിവസം അയക്കും. പിന്നെ അത് 5 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു നോട്ട് അയക്കുന്നവർക്ക്, വെബ്സൈറ്റിലുള്ളവർക്കല്ല അല്ലാത്തവർക്ക് ഞാൻ അയക്കാറുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇനി അടുത്ത നമ്മുടെ കസ്റ്റമർ ടയർ മാറ്റുന്ന ഇത് ഞാൻ പേര് കൊടുത്തേക്കണേ. ഇത് നമുക്ക് ഈ ഫ്രണ്ടിൽ കയറി വരുന്ന ഏരിയയിലൊക്കെ അടിപൊളിയായിട്ട് ഇടാം, വരാന്തയിൽ ഇടാം, റൂമിന്റെ മുമ്പിൽ ഇടാം. ഒക്കെ മൈക്രോ ഫൈബർ അല്ല, പിന്നെ പക്ഷെ നല്ല സെക്യൂർ ആയിട്ട് ടയർ ഇതേ തന്നെ പിന്നെ ബിൽഡ് ചെയ്ത് വന്നേക്കുന്ന, സ്റ്റിച്ച് ചെയ്തേക്കുന്ന, അതുകൊണ്ട് പറഞ്ഞു പോരൂല. അടിപൊളിയാണ് കേട്ടോ, പോത്തേയില്ല. ഞാൻ വാഷിംഗ് മെഷീനൊക്കെ ഇട്ട് ഇറക്കാറുണ്ട്. 5 വർഷം 6 വർഷം ഇതുവരെ ഇവിടെ കിടപ്പുണ്ട്. പയർ പോലെ കേട്ടോ, മുറ്റത്തുനിന്ന് കയറി വരുന്നിടത്തും വരാന്തയിലും പിന്നെ നമുക്ക് റൂമുകളുടെ മുമ്പിലും ഒക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ടയർ മാറ്റാണ് ഇത്. ടയർ മാറ്റത്തിന് ഞാൻ ചുമ കൊടുത്തുള്ളൂ, ഒരു തരം റബ്ബർ ടയറിന്റെ പോലെ ഉള്ളത് കൊണ്ട് അങ്ങനെ പേര് കൊടുത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ മൈക്രോ ഫൈബറിന്റെ 3 മാറ്റ് പുള്ളിക്കാരി മേടിക്കുന്നുണ്ട്. അത് നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ. എന്ത് രസമാന്ന് നോക്കിയേ, അടുത്ത കളറ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കല്ലൊക്കെ
ഇങ്ങനെ നമ്മൾ വെള്ള ഉരുളങ്കല്ല് മേടിക്കില്ലേ അതിന്റെ പോലെ അല്ലേ. പിന്നെ ഈ കളറും അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. മൈക്രോഫൈബർ ആണെങ്കിൽ ചിലവർക്ക് ഞാൻ അവരെ സെലക്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കില്ല കേട്ടോ, എല്ലാം കളർഫുൾ ആണ്. അങ്ങനെ ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവും. അപ്പൊ അടുത്തത് അതുപോലെ തന്നെ. പിന്നെ ഞാൻ അവരോട് ചാറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല, സമയം കിട്ടത്തില്ല. അപ്പൊ ഞാൻ ഓൾറെഡി ആദ്യമേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കത്തില്ല ഞാൻ തന്നു വിടുന്നത്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എന്നാലും എല്ലാം ഭംഗിയുള്ളത് സെയിം വലിപ്പവും സെയിം ക്വാളിറ്റി പിന്നെ സെയിം ഭംഗിയുള്ളതായതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാത്റൂമിന് എഴുതിയൊരു മാറ്റ്, ബാത്റൂമിന്റെ മുമ്പിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അത് പുള്ളിക്കാരി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഇതാ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ ഒക്കെ മേടിക്കാൻ പറ്റുന്ന ഗ്രോസറി ബാഗ്, അത് ഒത്തിരി പേര് മേടിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഇത്. നല്ല വലിപ്പമുള്ള തുണീന്റെ ആണ്, വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തരം ക്ലോത്ത് ആണ്. ക്ലോത്ത് പോലത്തെ ഒരു തരം സാധനമേ. അപ്പൊ നല്ല ബലമുള്ള സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് അടിപൊളി സാധനം. ഇതെന്റെ നിയർ ടു ഫിനിഷാ, കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. വരുമോന്ന് അറിയത്തില്ല, എപ്പോഴാണ് വരുമോന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ. അപ്പൊ ഇത്രയും സാധനമാണ് നമുക്ക് പാക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നമ്മൾ എവിടെ വെക്കും, എങ്ങനെ വെക്കും? ഇത് ഇതിനകത്ത് ഇടാം അല്ലെ. എന്നിട്ട് ഇതെല്ലാം കാർട്ടൂണിലാക്കിയിട്ട് പാക്ക് ചെയ്യാം. അശ്വം കൊച്ചാണെങ്കിൽ പിന്നെ അതൊരു ഐഡിയാപരമായിട്ടെല്ലാം പാക്ക് ചെയ്യും. ഞാൻ പിന്നെ വലിയ കുഴപ്പമില്ലാതെ ഒപ്പിച്ച് അവൻ പാക്ക് ചെയ്യുന്നതൊക്കെ കണ്ടുപിടിച്ച് ഒപ്പിച്ച് പാക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചുറ്റ. എന്നിട്ട് നമ്മുടെ ക്ലിങ് ഫിലിമേൽ പിടിപ്പിക്കാം ആദ്യം. റബ്ബർ ബാൻഡും കൂടി ഇടുവാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷെ ഇച്ചിരി വലിയ റബ്ബർ ബാൻഡുകൾ അങ്ങനെയാണെങ്കിൽ മേടിച്ചു വെക്കേണ്ടി വരും അല്ലേ. അയ്യോ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നെ. ഇതും പ്ലാസ്റ്ററിന്റെ അറ്റെല്ലാം ഞാൻ പിന്നെ അശ്വിനെ കൊണ്ട് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ ഉരുട്ടി വെപ്പിക്കും. സമയം പോവല്ലേ കുറെ. ഏറ്റവും ടൈറ്റാക്കി ഏറ്റവും ചെറുതാക്കി പാക്ക് ചെയ്യുവാണെങ്കിൽ കൊറിയറുകാർ അത്രയും പൈസ കുറച്ചേ എടുക്കുള്ളൂ. ഒരു വലിപ്പത്തിനും കൂടി ഒരു പൈസ എടുക്കും. അതാണ് ഒരു പാര. കൊറിയർ ചാർജ് കൂട്ടിയെടുക്കും. ഒരു ലെയർ ചുറ്റി കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. രണ്ടാമത്തെ ലെയർ മുതൽ ഓക്കെയാണ്. പക്ഷെ ആദ്യത്തെ ലെയർ ചുറ്റിയെടുക്കാൻ കുറച്ച് പാടാണ്. പറ്റാൻ കണ്ടിരിക്കാൻ പാടായിരിക്കും. ഇതൊക്കെ ഇനി ഞാനൊരു വലിയ കാർട്ടൂൺ എടുത്തുകൊണ്ട് വന്നിട്ട്, കാർട്ടൂണല്ല വലിയൊരു ഇത് ഷീൽഡ് വലിയൊരു കാർട്ടൂണിന്റെ വലിയ പീസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് നമുക്ക് ചുരുട്ടിക്കെട്ടാം. ഇങ്ങനത്തെ വലിയ നമ്മള് റോളർ അങ്ങനത്തെ മേടിക്കും കേട്ടോ. 2000 രൂപ 2500 രൂപയൊക്കെയാണ് വലിയ റോള് കിട്ടും. അതിൽ നിന്ന് ഞാനിങ്ങനെ ആവശ്യത്തിന് മുറിച്ചെടുക്കുകയാണേ. ചെടികൾ പാക്ക് ചെയ്യാനും ഇതുകൾ പാക്ക് ചെയ്യാനും ഉപകാരമാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞുണ്ടല്ലോ കൂട്ടുകാരെ, ഈ മൈക്രോഫൈബർ ഒക്കെ മേടിച്ചിട്ട് നമ്മുടെ റൂമിന്റെ മുമ്പിലും ഫ്രണ്ടിലും കയറി വരുന്നിടത്തും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന് വരുന്ന ലുക്ക് വ്യത്യാസം എന്ത് വ്യത്യാസമാണെന്നറിയോ. അത് മാത്രമല്ല, അത് നന്നായിട്ട് വെള്ളം അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഫ്ലോർ ഒന്ന് ചെളി ചവിട്ടി വൃത്തികേടാകുകയില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഇത് മേടിക്കുന്നത് കേട്ടോ. നല്ല ഉപകാരമുള്ള സാധനം. മൈക്രോഫൈബർ നിങ്ങൾ മേടിച്ചോളൂ, പോകത്തേ ഇല്ല കേട്ടോ. അശ്വം കൊച്ചു വന്നു, അപ്പൊ അവനും കൂടി ഞാൻ കൂടിക്കോളൂ. പള്ളി കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്. ഏറ്റവും വിഷമം തോന്നുന്ന ചില സമയത്ത് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഞറക്ക സാധനം ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടാവും ടേബിളിന്റെ അറ്റത്ത്. പിന്നെ നമുക്ക് വരുന്ന സങ്കടം, അത്രയും പാക്ക് ചെയ്തല്ലേ. പിന്നെ ഞാൻ വേറെയൊക്കെ അതിന്റെ മുകളിൽ എക്സ്ട്രാ ഒക്കെ പാക്ക് ചെയ്ത് വെച്ച് ചില സമയത്ത് അങ്ങനെ, ചില സമയത്ത് അഴിക്കും. അങ്ങനെയൊക്കെ നമുക്ക് അടുത്ത് പാക്ക് ചെയ്യാം. അവൻ വന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ കുറേ ടേബിളിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ, അതിന്റെ പേപ്പറുകൾ ബാക്കി എല്ലാം ആയിട്ട്. ഇനി അവൻ കുറേ എണ്ണം പാക്ക് ചെയ്ത് തന്നോളും. കുറച്ച് ഞാനും കൂടി പാക്ക് ചെയ്യും. പിന്നെ നമ്മൾ മഞ്ഞൾ റൂമിൽ നിന്ന് നമുക്ക് വേറെ കുറേ പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അത് നടന്നോളും. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് വല്ലാതെ വിശക്കാൻ തുടങ്ങി. രാവിലെ ഒരു നെയ്യപ്പം തിന്ന ബലത്തിലായിരുന്നു ഇത്രയും നേരം നിന്നത് കേട്ടോ. ഇപ്പൊ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. കുറെ നേരം കഴിയുമ്പോൾ നമ്മുടെ ഷുഗർ താഴ്പോലെ തോന്നും. അപ്പം പിന്നെ റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസിമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ഷുഗർ വല്ലാതെ താഴ്ന്നു തുടങ്ങും. അപ്പൊ നമ്മൾ കഴിക്കാന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓവർ പഞ്ചസാര ഇട്ടൊന്നും കഴിക്കുന്നില്ല, പഴം മാത്രം. ആ രീതിക്ക് ചായ. ഇനി ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് പാക്ക് ചെയ്യണം. ഞാനിത് ഇത് എടുത്തില്ല, മൈക്ക് എടുത്തില്ല. അതാണ് ഞാൻ ഓവർ വോയിസ് കൊടുക്കുന്നത്. സംസാരിച്ചൊക്കെ ഭയങ്കരമായിട്ട് പതറിയിട്ട് നമ്മുടെ ഈ ഹാളിലുള്ള സൗണ്ടും എല്ലാം കൂടി പിടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഓവർ വോയിസ് കൊടുക്കണേ. ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നേരെ ബാക്കിയുള്ളത് പാക്ക് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കുറെ ജോലികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യം, ചേച്ചി എങ്ങനെ വീട് ഇത്രയും വൃത്തിയാക്കി വെക്കുന്നതെന്ന്. അപ്പൊ ക്ലീനിങ്ങിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. ഒന്നാമത് നമ്മൾ സെയിൽ ചെയ്യുന്ന കുറെ നല്ല സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മോപ്പുകളും കാര്യങ്ങളും ഒക്കെ. പിന്നെയുള്ളത് ക്ലീനിങ്ങിന് കുറച്ച് ടെക്നിക്കൽ മെത്തേഡുകളുണ്ട്, ജപ്പാൻ ടെക്നിക്കുകളാണ്. അത് നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്ക് ഒരാളാണെങ്കിൽ നമ്മുടെ എത്ര വലിയ വീടാണെങ്കിലും നമുക്ക് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ ഉടനെ തന്നെ അടുത്ത ഒരു വീഡിയോ ചെയ്യാട്ടോ. കുറച്ചൊരു പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും
കാര്യങ്ങളും പ്രൊഡക്റ്റ് മേക്കിങ്ങും ഒക്കെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യാമെന്ന് ഓർക്കുക. ക്ലീനിങ് ഒക്കെ അതിന്റെ ഇടയ്ക്കോടെ നടന്നു പോകുന്നുണ്ട്, അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്, വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. വലിയ വീടാണ് നമ്മുടെ, പക്ഷെ നല്ല നീറ്റ് ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അതൊരു ടെക്നിക്കാണ്. അതിന്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാട്ടോ. പിന്നെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കരിഞ്ജീരകവും ആശാളിയേരിയും ചിയാസീഡും ഫ്ലെക്സീഡും ഒക്കെ നമ്മൾ ലേഡീസ് എന്തായാലും കഴിക്കണം കൂട്ടുകാരെ. അത് കഴിക്കുന്നതിനൊക്കെ ഒരേ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ യൂട്യൂബിൽ നോക്കുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടുക. നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മില്ലറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കണം എന്നൊന്നുമില്ല, ഒരു മാസമൊക്കെ കഴിക്കുക. പിന്നെ ഒരു മാസം എന്ന് വെച്ചാൽ 1-2 ആഴ്ചയൊക്കെ കഴിക്കുക ഒരു നേരം. അതിനുശേഷം പിന്നെ കുറച്ച് സ്കിപ്പ് ചെയ്യുക വീണ്ടും. അല്ലെങ്കിൽ നിങ്ങൾ റാഗിയെങ്കിലും മേടിച്ച് കഴിക്കുക. കാരണം നമുക്ക് അയണും പൊട്ടാസ്യവും സിങ്കും മഗ്നീഷ്യവും ഒക്കെ വേണം, ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ, ധാന്യങ്ങൾ എന്തായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ആ കൂടെ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ. ഫ്രൂട്ട്സ് ഓവർ കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഷുഗർ എന്ന് പറയുന്ന ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്ന ഷുഗറും ഒക്കെ കുറച്ച് നമുക്ക് തടി കൂടാനും ഒക്കെ കാരണമാകും. അങ്ങനെ അതിന്റെ കൂടെ വിറ്റാമിൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും എന്നാലും ബാക്കിയുള്ള വെജിറ്റബിളും കാര്യങ്ങളുമാണ് നിങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് കൊതിക്ക് കുറച്ചൊക്കെ, ഇപ്പം ഓറഞ്ച് ആണെങ്കിലും അവക്കോട ആണെങ്കിലും ഒക്കെ ഒരു പരിധി കൂടുതൽ കഴിക്കുന്ന അത്ര നല്ലതൊന്നുമല്ല ഫ്രൂട്ട്സ് ആണെന്നും പറഞ്ഞ്, എന്നാലും അത്യാവശ്യമൊക്കെ കഴിക്കണം. പക്ഷെ നട്ട്സും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും കഴിക്കണം. അങ്ങനെ അപ്പൊ അശ്വിൻ കൊച്ചു വന്നു. അപ്പൊ എനിക്ക് കുറച്ച് ടെൻഷൻ കുറഞ്ഞു. ഇനി എനിക്ക് അപ്പുറം പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് കുറച്ച് ജോലികൾ ചെയ്യാം. അവൻ പിന്നെ ആലോചിച്ച് പിടിച്ച് എന്നെ പോലെ അത്ര സ്ട്രെസ് ഒന്നുമില്ല, റിലാക്സ് ആയിട്ട് എന്നാൽ നന്നായിട്ട് പാക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് തരൂ കേട്ടോ. ഇത് ഓരോന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ച് ഇത്രയും വലിയ വീടാണെങ്കിൽ നമുക്കിപ്പോ സ്ഥലം തികയാത്ത പോലെയാണ് കേട്ടോ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുക. പിന്നെ എനിക്ക് വൃത്തിയായിട്ടെല്ലാം അറേഞ്ച് ചെയ്യേണ്ടതുകൊണ്ട് അതിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പൊ കുറെ സാധനം ഞാൻ മുകളിലായിരിക്കും വെച്ചേക്കുന്ന സ്റ്റോക്ക് റൂമിൽ അങ്ങനെ താഴെ. അപ്പൊ അങ്ങനെ കയറി ഇറങ്ങി നടക്കേണ്ട കുറെ ആവശ്യം അതുകൊണ്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അശ്വൻ പിന്നെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അതിൽ ലേബൽ ഒട്ടിച്ചില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ കൊണ്ട് മാറ്റിച്ചു. അങ്ങനെയാണ്. അവനൊന്നും ക്ഷമിക്കത്തില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെയാണ് ഓരോന്നും. എനിവേ അത് അങ്ങനെയാണല്ല. ഇത് നമ്മുടെ ബ്യൂട്ടി ബോക്സ് ആണ് കേട്ടോ. ഇത് മഴവിൽ മോപ്പെന്ന് ഞാൻ പേരിട്ടേക്കണേ. ഒത്തിരി ക്ലീനിങ്ങിനൊക്കെ ഉപകാരമുള്ള ഒത്തിരി നല്ല നല്ല ഐറ്റംസ്, റയർ ആയിട്ടുള്ള പീസുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും എല്ലാ ഷോപ്പിലും കാണുന്ന പോലത്തെ സാധനങ്ങളല്ല, അങ്ങനെ ഉപകാരമുള്ള എന്നാൽ എപ്പോഴും എല്ലാവർക്കും കിട്ടാത്ത സാധനങ്ങൾ, ആ ഒരു രീതിയിലുള്ളത് അങ്ങനെയുള്ള സാധനങ്ങൾ ഒത്തിരി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസും ബ്യൂട്ടി പ്രൊഡക്റ്റുകളും ഒക്കെ അറിയാലോ. അങ്ങനെ അപ്പൊ എന്റെ ഈ വാട്സപ്പ് നമ്പറിൽ കയറി നോക്കിയ കാറ്റലോഗിൽ ഏകദേശമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇല്ലാത്ത നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ രീതിക്ക് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഇനി ഇൻ കേസ് കാറ്റലോഗിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. ആ രീതിക്ക് ഞാനത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം. പിന്നെ ഇന്ന് മുതൽ നമ്മൾ ഓർണമെന്റ്സിന്റെ ഫോട്ടോസ് എല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്കത് വീഡിയോ ചെയ്യാൻ ഇതുവരെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ കയറി നോക്കുക, കാറ്റലോഗിൽ ഫോട്ടോസ് കിടപ്പുണ്ട്. നല്ല ഭംഗിയുള്ള ഓർണമെന്റ്സ്. നമ്മൾ എന്ത് ഡ്രസ്സ് ചെയ്തിട്ട് പോയാലും പുറമെ പോയാലും അതിന് ചേരുന്ന വിധത്തിൽ ഇങ്ങനെ വാരി വലിച്ച് കുറെ ആഭരണങ്ങൾ ഇടരുത്. ഇപ്പൊ വലിയൊരു കമ്മലും വലിയൊരു മാല ഇട്ടാൽ അത് ഭയങ്കര ബോറായിരിക്കും. നിങ്ങൾ വലിയൊരു ഹാങ്ങി കമ്മൽ ഇടുന്നുണ്ടെങ്കിൽ മാല ഇട്ടില്ലേലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വളരെ നൈസായിട്ടുള്ള ഒരു പിന്നെ ചെയിനെ നമ്മൾ കഴുത്തേലിടാവുള്ളൂ. അങ്ങനെ ആ ഒരു രീതിക്ക് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ക്ലാസ്സിലൊക്കെ എക്സ്ട്രാ വരും. നമ്മൾ ഇപ്പൊ ഡ്രസ്സ് ഭയങ്കര കോസ്റ്റ്ലി അല്ലെങ്കിലും നമ്മൾ ഇടുന്ന ആഭരണങ്ങൾ പിന്നെ ഓർണമെന്റ്സ് കൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ക്ലാസ് എലഗന്റ് ലുക്ക് വരും. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി സാരിക്കും കാര്യങ്ങൾക്കും ഒക്കെ. അപ്പൊ അതനുസരിച്ചുള്ള കുറെ നല്ല ഭംഗിയുള്ള ഓർണമെന്റ്സ് ഞാൻ തന്നെ ഉപയോഗിക്കുന്ന വിധത്തിലുള്ളത് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്ത് മേടിച്ചു കൊണ്ടുവന്നേക്കണം. കൂടുതൽ ഓർണമെന്റ്സ് നമ്മൾ കൊണ്ടുവരും ഉടനെ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതും കാറ്റലോഗിലേക്ക് കയറി നോക്കാം. ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, കിച്ചൺ ക്ലീനർ, അടിപൊളിയാണ് കൂട്ടുകാരെ. കുക്ക് ചെയ്യുന്ന ആ പിന്നെ നമ്മുടെ സ്റ്റൗവിന്റെ ചുറ്റും നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഫ്രിഡ്ജിന്റെ മുകളില് ടൈല് എന്ത് വേണ്ടു അത് ഡ്രസ്സ് ഒഴിച്ച് ബാക്കി എന്തിന്റെ മുകളിലേക്ക് അത് സ്പ്രേ ചെയ്യാം. ഒരു ഫ്രോത്ത് പോലെ വരും. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അപ്പൊ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുക. വെട്ടിത്തിളങ്ങും. അത് എന്ത് മാജിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്ര യൂസ്ഫുൾ ആണ്. പിന്നെ ഒരു ബാഡ് സ്മെല്ലോ ശ്വാസം മുട്ടലോ ഒന്നും ഉണ്ടാവില്ല. കെമിക്കൽ ഫ്രീ അതില് എഴുതിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ആ രീതിക്കാണ്. എനിവേ കെമിക്കൽ ഫ്രീ എന്നല്ല, ടോക്സിൻ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് കെമിക്കൽ ഫ്രീ എന്ന് അറിയാതെ പറഞ്ഞാൽ കെമിക്കൽ ആയിരിക്കുമല്ലോ അത്. എനിവേ ടോക്സിൻ ഫ്രീ ആണ്. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ കിച്ചണിലെ എല്ലാ വസ്തുവകകള്. അപ്പൊ അത് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ പാത്രങ്ങളുടെ മുകളിലൊക്കെ അവരിപ്പോ കരി പിടിച്ച് നമ്മൾ അടി പിടിക്കുന്ന പാത്രങ്ങളിലേക്ക് അത് സ്പ്രേ ചെയ്തിട്ട് യൂസ് ചെയ്യാന്ന് അതിന്റെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാലോ. അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ ഇപ്പം സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചു വെക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ സാധനം സെയിൽ ചെയ്യുന്നുണ്ട്. ഇനി പുതുതായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ കിച്ചണിലെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി മേടിക്കുന്ന ഡിഷ് വാഷ്
എന്തൊരു റേറ്റാ. പക്ഷെ നമുക്ക് അതിന്റെ റോ സാധനം കിട്ടുവാണെങ്കിൽ നമുക്ക് തന്നെ മേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ അങ്ങനെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ അത് ഒരു കിലോയുടെ കിറ്റ് കൊണ്ട് നമുക്കൊരു 8 കിലോ ഡിഷ് വാഷ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് എന്തോ ഒരു നഷ്ടത്തിലാണ് നമ്മൾ പുറമേ കുറച്ചായിട്ട് ഡിഷ് വാഷ് മേടിക്കുന്നത്. അപ്പൊ അതിന്റെ കിറ്റ് മേടിച്ചിട്ട് ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് ഓർക്കുകയാണ്. പുതുതായിട്ട് നമ്മൾ സെയിലിന് കൊണ്ടുവരുന്ന സാധനം അതൊക്കെ ആയിരിക്കും. ഉടനെ തന്നെ വീഡിയോ ആയിട്ട് ഞാൻ അത് ആദ്യം മേക്ക് ചെയ്യുന്ന കാണിക്കും. പിന്നെ എന്റെ റോ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് 1 kg പ്രൊഡക്റ്റ് തരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ദാശം കൊച്ചും കൂടി ഉള്ളത് കൊണ്ട് അവൻ ഒരു സൈഡിൽ മുഴുവൻ പാക്ക് ചെയ്തോളും. പിന്നെ ഞാൻ അതിന്റെ ഇടയ്ക്കോട് ഞാൻ ഓടി നടന്ന് വേറെ കുറേ ജോലികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പുറമേ ഉള്ളതും അകമേ ഉള്ളതും ഒക്കെ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്ന ഒരു ദിവസത്തെ. പിന്നെ അതിന്റെ ഇടയ്ക്കോട് ഞാൻ സമയമുള്ളപ്പോൾ മൊബൈലിൽ നോക്കിയിട്ട് കുറെ മെസ്സേജുകൾ റിപ്ലൈ കൊടുക്കും, ഓർഡറുകൾ എടുക്കും. അങ്ങനെ എല്ലാം കൂടി നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അശ്വിന് ഇവിടെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ കുറച്ച് കൂടുതൽ സ്ട്രഗിൾ ചെയ്യണം. പാക്കിങ് ഇല്ലെങ്കിൽ ഓക്കെ അങ്ങനെ അങ്ങ് പോയിക്കോളും. എനിവേ ഇതാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന ഫോൾഡബിൾ ഗ്ലാസ്. ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത ഗ്ലാസ് ആയി സ്റ്റീലിന്റെ. നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഒന്ന് പിരിച്ചാൽ ഒന്നോട്ട് ടൈറ്റ് ആകും. പിരിച്ച് പൊട്ടിക്കണ്ട. എന്നിട്ട് പിന്നെ അത് തിരിച്ച് ഇതുപോലെ കാറിലൊക്കെ ഉപയോഗിക്കാം, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം, ഏതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയാണ് ഫോൾഡബിൾ സ്റ്റീൽ ഗ്ലാസ് ആണത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ നടക്കുമ്പോൾ അത് എന്തൊരു ഉപകാരമാണെന്നറിയോ. നമുക്കൊന്ന് സെർലാക്ക് കലക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാല് കലക്കി കൊടുക്കണം. അതിന് നമ്മളിങ്ങനെ എന്താ പറയാ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് തന്നെ എവിടെയെങ്കിലും വെള്ളം വെച്ചിട്ടുണ്ടാവും, നമുക്കൊന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം. അപ്പൊ നമുക്ക് നമ്മുടേതായ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത്. എല്ലാവരും ചുറ്റിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കണ്ടല്ലോ. അവിടെ ഇങ്ങനെ ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെയാണ്. ഇവൻ ഒട്ടിക്കുമ്പോൾ ഇതുപോലെ ഫ്രജയിലൊക്കെ ഒട്ടിച്ച് പ്ലാന്റ്സ് എന്നൊക്കെ ഉള്ളത് ലൈവ് പ്ലാന്റ് എന്നൊക്കെ ഒട്ടിച്ച് അടിപൊളിയായിട്ട് വിടും. ഞാൻ ഒട്ടിച്ചിടുന്നെങ്കിൽ അത്രയും അത് കുഴപ്പമില്ല, അവർ ശ്രദ്ധിച്ചോളൂ എന്നുള്ള മട്ടിൽ ഞാൻ അത്രയ്ക്കൊന്നും പോലും. അച്ഛനത് കാണുമ്പോൾ എന്നെ എപ്പോഴും വഴക്കുറേ, അമ്മ അതുകൂടി ഒട്ടിച്ചുവിടുന്ന പറഞ്ഞ് അങ്ങനെയൊക്കെയാണ്. ഇനിമേ നമ്മുടെ അതർ ജോലികൾ നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പല കൊല്ലത്തിലും കാണാം. ഇങ്ങനെ പൊക്കി കുത്തിയൊക്കെ കാണാം, പല പല കൊല്ലത്തിൽ കാണാം കേട്ടോ. അങ്ങനെയൊക്കെയാണ്. എനിവേ ഈ മൈക്രോ ഫൈബറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാ. ഫുള്ള് വെള്ളം അബ്സോർവ് ചെയ്യും. അതുകൊണ്ട് ഇത് ഒത്തിരി എല്ലാവരും മേടിക്കുന്നുണ്ട്. ബാത്റൂം എഴുതിയിട്ട് ബാത്റൂമിന്റെ മുമ്പിൽ മാത്രം. അത് മൈക്രോ ഫൈബർ തന്നെയാണ്. അങ്ങനെ ഇടാം. ഇത് നോക്ക്, ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്ത് നിന്ന് മേടിച്ചേക്കുന്നതാണ്. അവർ ആദ്യം രണ്ടും തന്നെ മേടിക്കും. പിന്നെ ഇത് ഭയങ്കര ഉപകാരമാണ് കാണുമ്പോൾ വീണ്ടും ഒത്തിരി എണ്ണം എൻ്റെ ഇത് മേടിക്കും. എല്ലാ റൂമുകളുടെ മുമ്പിലും ഫ്രണ്ടിൽ ഏരിയയിൽ കയറി വരുന്നിടത്ത് ഒക്കെ ഇടാൻ പാകത്തിന്. കയറി വരുന്നിടത്ത് ഇടാൻ ആ ടയർ മാറ്റുന്ന ഏരിയക്കണം, അത് നല്ലതായിരിക്കും. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വരാന്തയിൽ ഞാൻ ഇങ്ങനത്തെ ഇട്ടേക്കുന്നത്. ഒത്തിരി ഉപകാരമുണ്ട്. അപ്പൊ ഓരോരുത്തർ മേടിച്ച് കഴിയുമ്പം അയൽക്കാരോടും ബാക്കിയുള്ള ഫ്രണ്ട്സിനോടും ഒക്കെ പറയും നല്ല സാധനമാണ് മേടിച്ചോളൂ എന്ന് പറയും. അല്ലെ അവർ അമ്മമാർക്ക് അനിയത്തിമാർക്ക് ചേച്ചിമാർക്കും ഒക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് 5-6 എണ്ണം വെച്ച് ഓരോരുത്തർ മേടിക്കുന്നത്. ചിലർ ആദ്യം 1 മേടിച്ച് നോക്കും. ഓക്കെ ആണെന്ന് കാണുവാണെങ്കിൽ കൂടുതൽ ഓർഡർ ചെയ്യും. അങ്ങനെയാണ്. നിങ്ങൾക്കറിയാലോ, ഞാനിങ്ങനെ അനാവശ്യ സാധനങ്ങളൊന്നും സെയിലിട്ടിട്ടില്ല. നല്ല നല്ല പ്രൊഡക്റ്റുകൾ, യൂസ്ഫുൾ ആയിട്ടുള്ള, അയ്യോ ഇത് ചേച്ചിയുടെ അടുത്ത് മേടിച്ചു എന്റെ പൈസ പോയി അങ്ങനെ പറയാൻ ഞാൻ ഇടയാക്കത്തില്ല. അത്രയും നല്ല സാധനങ്ങളാണ് നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത്. ഈ പൊട്ടാറ്റോ ചിപ്പറൊക്കെ മേടിച്ചിട്ട് എല്ലാവരും എന്തോരം നല്ല അഭിപ്രായം പറയുന്നത്. എന്തൊരു എളുപ്പമാണ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യണം സാധനങ്ങളൊന്ന് തോന്നുമ്പോൾ നമുക്കൊന്ന് പൊട്ടാറ്റോ ഒക്കെ മുറിച്ചെടുക്കാൻ. എന്ത് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ എന്തൊരു യൂസ്ഫുൾ, എന്തോ ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നതെന്നറിയോ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതി ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം മൈക്രോ ഫൈബറിന്റെ ചവിട്ടിയാണെങ്കിൽ വെള്ളം മുഴുവൻ അബ്സോർവ് ചെയ്യും. പകരം നമ്മൾ വെറുതെ ഒരു പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് ഒക്കെ ഇട്ടാൽ അതിങ്ങനെ ചുരുണ്ടുകൂടി അങ്ങനെ കിടക്കും. ഇതാണെങ്കിൽ ചുരുണ്ട് കൊടുത്തേയില്ല, അങ്ങനെ വൃത്തിയായിട്ട് കിടക്കും. പിന്നെ ഇത് എപ്പോഴും ആ ഫ്ലോറിലേക്ക് ചവിട്ടി കയറ്റി വെള്ളമായി പിന്നെ അത് തുടയ്ക്കാൻ തൂക്കാൻ പോകണം, അതുണക്കാൻ പോകണം, അങ്ങനെ കുറെ സമയം നമ്മുടെ പോലെ വൃത്തിയേടായിട്ട് കിടക്കുകയും ചെയ്യും. എന്നാൽ ഒരു മൈക്രോ ഫൈബർ മേടിച്ചിട്ടുവാണെങ്കിൽ അടിപൊളിയായിട്ട് അങ്ങനെ കിടന്നോളൂ. പിന്നെ ഇതുപോലെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഒരു 150ഓളം പ്രൊഡക്റ്റുകൾ നമ്മൾ കാറ്റലോഗിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം അവിടെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം. പൂച്ചക്കുഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരും. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ എന്റെ പുറകെ ഓടി കിടക്കോട്ടെ. ഫുൾ രാവിലെ മുതൽ രാത്രി വരെ അതിനിങ്ങനെ ഒരു ക്രേസാ. നമ്മളെങ്ങാനും ഇട്ടിട്ട് പോകുന്നുള്ള പേടിയാട്ടോ. അത് അതിന്റെ അമ്മയായിട്ട് കണക്കാക്കുന്നത് തന്നെയാണ്. ഇവനെ സഹോദരനായിട്ട് കണക്കാക്കും. ഇവന്റെ അടുത്ത് ഭയങ്കര കടിയും ഇടിയും പെടിയൊക്കെയാണ്. അങ്ങനെ അപ്പൊ ചെറിയ സാധനങ്ങൾ ഞാൻ ഇവിടെ നമ്മൾ ഈ ചവിട്ടിയൊക്കെ ഇപ്പൊ ഇന്നത്തേനെ പാക്ക് ചെയ്യാനുള്ളത് ഞാൻ എടുത്തു വെച്ചേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഓരോ ദിവസത്തെ പാക്കിങ് കഴിഞ്ഞാൽ എല്ലാം അടിച്ച് വൃത്തിയാക്കി ഫ്ലോറൊക്കെ നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കിയിട്ടല്ലേ എനിക്ക് സമാധാനമാവുള്ളൂ. കുറച്ചൊരു വൃത്തിപ്രാന്ത് കൂടുതൽ എനിക്ക് കേട്ടോ. അങ്ങനെ പക്ഷെ പിന്നെ രോഗം പോലെ അല്ല കേട്ടോ, അത് വേറെ ഇത് വേറെ. അങ്ങനെയാണ്. എല്ലാം വൃത്തിയാക്കിയിടുക, അപ്പൊ നമുക്കൊരു സന്തോഷ സമാധാനം. അങ്ങനെ ഇത് കണ്ടോ, ബോഡി മോയ്സ്ചറൊക്കെ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടി ഓയിലും പിന്നെ ഇത് പ്ലെയിൻ ലിപ് ബാം ആണ് കേട്ടോ. ഇത് ചുണ്ടിന്റെ കെയറിന് വേണ്ടിയിട്ട് പകലൊക്കെ നമുക്ക് തേക്കാം, രാത്രിയും തേച്ചിട്ട് കിടക്കാം. ചുണ്ട് അടിപൊളിയായിട്ട് പൊട്ടാതെ ഇരിക്കും, നല്ല വൃത്തിയായിട്ട് പിഗ്മെന്റേഷൻ ഒക്കെ മാറി ആ ഒരു രീതിയിലിരിക്കും. അപ്പൊ ഓരോന്നും ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്ത് അതിന്റെ വെയിറ്റ് നോക്കി നമ്മുടെ ബുക്കിലേക്ക് എഴുതും. അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെറിയൊരു ടേബിൾ അല്ലേ ഇവിടുന്ന് തന്നെ പാക്ക് ചെയ്യും. അതേ സാധനം ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് മെയിൻ സ്റ്റോക്ക് റൂമിൽ നിന്ന് ഞാൻ വൈകുന്നേരം നമ്മൾ എല്ലാ സാധനവും ഞാൻ ഫില്ല് ചെയ്ത്
ചെയ്ത് വെക്കും അലമാരിയിലേക്ക്. പിന്നത്തെ 2 ദിവസത്തേനുള്ള സാധനങ്ങൾ, കൊടുക്കാനുള്ള സാധനങ്ങൾ അതൊക്കെ. ഇത് രക്തശാലി ഫേസ് പാക്കാണ്, അടിപൊളിയാണ്. മുഖത്തെ പിഗ്മെന്റേഷൻ ഒക്കെ മാറി നല്ലൊരു ഗ്ലോ ഒക്കെ കൂടി ഒന്ന് കളറൊക്കെ വെച്ച പോലെ ആ ഒരു രീതിയിലേക്ക് വരും. അടിപൊളിയാണ്. രക്തശാലി എന്ന് പറയുന്ന റൈസ് ഉണ്ട്, പെർ kg ഭയങ്കര റേറ്റ് ആണ് അതിന്. അപ്പൊ അതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. അതിന്റെ കൂടെ ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട ഫേസ് പാക്ക് നമ്മളുണ്ട്. ഫേസ് പാക്ക് ഇട്ടുകൊണ്ട് കിടക്കരുത്, നേരം വെളുക്കുന്ന വരുന്നു. 10 മിനിറ്റ് മാക്സിമം, അല്ലെ 15 മിനിറ്റ്. അതിന്റെ ഉള്ളിൽ കസ്തൂരി മഞ്ഞൾ, ഇത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളും ഫേസ് പാക്കും ഒക്കെ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുഖത്ത് തേച്ച് വെച്ചിട്ട് പിന്നെ അത് കഴുകി കളയണം. പാലോ പാൽപ്പൊടിയിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന മീഡിയത്തിൽ നിങ്ങൾക്കത് പിന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുകയോ ചെയ്യാട്ടോ. ഇനി ഏതെങ്കിലും പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി. വിളിച്ച ചിലപ്പോൾ എന്നെ കിട്ടില്ല കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ഞാൻ അതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നത്. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറന്ന് നടന്ന് ജോലി ചെയ്യേണ്ടി വരിക. എന്നാലും നമുക്ക് ജോലികൾ തീരുള്ളൂ. നമുക്ക് അങ്ങനെ ജോലിക്ക് വേറെ ആരെയും കിട്ടാനില്ലല്ലോ. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ ആരെയും കിട്ടാനില്ല. അങ്ങനെയൊക്കെയാണ്. ഇനി എനിക്ക് കസ്തൂരി മഞ്ഞളൊക്കെ അരിഞ്ഞ് ഉണങ്ങി കഴുകുന്ന സമയത്ത് എനിക്ക് അമൃതയും ബാക്കിയുള്ളവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉപകാരമായി. ഇപ്പൊ നമ്മളിതെല്ലാം ഉണക്കി വെച്ചേക്കുവാണ്, ആവശ്യത്തിന് പൊടിച്ചെടുക്കുകയാണ്. ഇത് ഒരു തരം പൗഡറാണ് കേട്ടോ, നാച്ചുറൽ പൗഡർ, വെട്ടിവേർ റൂട്ട് പൗഡർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അതിൽ ഒരു നുള്ളെടുത്തിട്ട് നമ്മൾ 3-4 ഡ്രോപ്പ് വെള്ളത്തിലേക്ക് ചാലിച്ചിട്ട് ഡ്രസ്സേ തേക്കാം, ശരീരത്തിൽ തേക്കാം, കഴുത്തേലോ ബോഡിയിലോ ഒക്കെ തേച്ച് എന്തോരം നല്ലൊരു ഡിവൈൻ സ്മെല്ലാന്നോ. അതിന്റെ എഫക്റ്റ് ആയിട്ട് എഴുതിയേക്കുന്ന ഡിപ്രഷൻ വരെ കുറയ്ക്കുന്നു. അത്രയും ഒരു ഡിവൈൻ സ്മെല്ലാണ്. പെട്ടെന്നുള്ള ഒരു പാനിക് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു തരുന്ന 2-3 മാർഗം, നിങ്ങൾ പുറത്തിറങ്ങി കുറെ സാധനങ്ങളൊക്കെ കാണുക, നല്ലൊന്ന് സ്മെല്ല് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുക നമ്മുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്മെല്ലൊക്കെ എടുക്കാന്ന് പറയും. അതുകൊണ്ടായിരിക്കും പറയുന്നത് ഡിപ്രഷൻ വരെ കുറയ്ക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കര ഡിവൈൻ സ്മെല്ല് അതിന്. അതിപ്പോൾ എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. കബോർഡിലൊക്കെ വെച്ച തുണികളൊക്കെ അടിപൊളിയായിട്ട് നല്ല സ്മെല്ലായിരിക്കും. ഇത് നമ്മുടെ നാച്ചുറൽ ഷാമ്പു ആണ്. ആ കൂടെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നവരുണ്ട്, 9 പ്രൊഡക്റ്റ് മേടിക്കുന്നവരുണ്ട്. പിന്നെ ഇത് ഫേസ് വാഷ് പൗഡർ നല്ലതാണ് കേട്ടോ. ആയുർവേദ മരുന്നുകളും ബാക്കി എല്ലാം ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാം കെമിക്കൽ ഫ്രീ ആണ്. അതുകൊണ്ട് നമുക്ക് മുഖത്തിനാണെങ്കിലും ഹെൽത്തിനാണെങ്കിലും യൂസ് ചെയ്യാം. കെമിക്കൽ ഉള്ളത് നമ്മുടെ കിച്ചൺ ക്ലീനർ അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അത് ടോക്സിൻ ഫ്രീ എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് സെയിലിലിട്ടേക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ആയതുകൊണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളും ചെറുതെല്ലാം ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്യും. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ടേബിളിലോട്ട് കൊണ്ടുപോയിട്ട് അച്ഛനുണ്ടെങ്കിൽ അവൻ പാക്ക് ചെയ്യും. ഇത് നമ്മുടെ കറി മഞ്ഞളാട്ടോ. നമ്മൾ തന്നെ കളക്ട് ചെയ്തിട്ട് കഴുകി ഉണങ്ങി അനിയത്തി കൊച്ചിന്റെ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് നമ്മൾ തന്നെ ഇവിടെ പാക്ക് ചെയ്യുന്നതാണ്. ഒറിജിനൽ കറിമഞ്ഞളാണ് കൂട്ടുകാരെ, ഉപയോഗിച്ച് നോക്കിക്കോളൂ. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് കറിമഞ്ഞളിൽ. എന്ന് വെച്ചാൽ ഓവറൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, കറികളിൽ തന്നെ ഇട്ട് കഴിച്ചാൽ മതി. കുറെ പേരൊക്കെ പാലി കലക്കിയൊക്കെ കുടിക്കുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. നമുക്കാകെ 3 ഗ്രാമൊക്കെ ഒരു ദിവസം നമ്മുടെ ഹെൽത്തിന് വേണ്ടു മഞ്ഞൾ. അപ്പൊ പിന്നെ അതെന്തിനാ പാലി കലക്കി കുടിക്കുന്നതെന്ന് ഞാൻ ഓർക്കും. കറികളിൽ തന്നെ നമ്മൾ ഇടുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഇട്ടാൽ മതി. ഒറിജിനൽ ആയതുകൊണ്ട് നമുക്കത് ഉപകാരമാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരേ പ്രൊഡക്റ്റുകളും എല്ലാവരും മേടിക്കുന്നുണ്ട്. കസ്തൂരി മഞ്ഞളും കറിമഞ്ഞളും ബാക്കി എല്ലാ സാധനങ്ങളും, രക്തശാലി ഫേസ് പാക്കും അങ്ങനെ ഫേസ് വാഷ്, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും മേടിക്കുന്നുണ്ട്. തീരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഓർഡർ തരണം കേട്ടോ. കുറെ പേര് കരച്ചില്ല, തീർന്നു വെച്ച് പെട്ടെന്ന്. അപ്പൊ ഞാൻ ഓർക്കും, ചിലപ്പോൾ ഞാൻ ചോദിക്കും ഞാൻ ഓക്സിജൻ ആണോ നിങ്ങൾക്ക് അയച്ചു തരുന്നല്ലോ, അപ്പൊ ഇച്ചിരി നേരത്തെ നിങ്ങൾക്ക് ഓർഡർ തന്നാൽ എനിക്ക് എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഇതാ ഗരം മസാലയാണ്. ഗീ എല്ലാവരും മേടിക്കുന്നുണ്ട്. നമ്മുടെ കൊളാജൻ കൂടാൻ വേണ്ടി ഹെൽത്തിന് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. തൊലിയൊക്കെ ചുക്കിച്ചൊളിഞ്ഞു എന്നാ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാൻ പറയുന്ന ഇതാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് ഹണിയൊക്കെ കഴിക്കൂ, കുറച്ച് ഗീ ഒക്കെ കഴിക്കൂ, മില്ലറ്റ്സ് ഒക്കെ കഴിക്കൂ, പിന്നെ ഇച്ചിരി ഫ്രൂട്ട്സും വെജിറ്റബിൾ ഒക്കെ കഴിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ, നന്നായിട്ട് പാട്ടൊക്കെ കേൾക്കൂ, മൈൻഡ് റിലാക്സ് ആയിട്ടിരിക്കൂ, നന്നായിട്ട് വെള്ളം കുടിക്കൂ. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ അടിപൊളിയായിട്ടിരിക്കും കൂട്ടുകാരെ. പുറമേ നിന്ന് കുറച്ച് കെയർ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഫ്രീ ആക്കി വെക്കുക, പിന്നെ ഭക്ഷണത്തെ കുറച്ച് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും ഒരു ബർഗർ കഴിക്കില്ല, ഒരിക്കലും ഒരു പിസ്സ കഴിക്കില്ല, അങ്ങനെയൊന്നുമില്ല. കൊതിയൊക്കെ വരുമ്പോൾ വല്ലപ്പോഴും ഒക്കെ അതൊക്കെ കഴിക്കാം. പക്ഷെ ഷുഗർ മാക്സിമം കുറയ്ക്കുക. നമ്മൾ ഡെയിലി ഈ ചായക്കകത്ത് പഞ്ചസാരയൊന്നും അധികം ഇടാതിരിക്കുക. വല്ലപ്പോഴും ഒക്കെ ഓക്കെ, ഒരു പായസം കുടിക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ടുള്ളത് കുറയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഷുഗർ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ചുളിവ് വരുത്തും, പെട്ടെന്ന് ഏജ് ഒക്കെ ആകും. അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ. പിന്നെ ജോലികളെല്ലാം എങ്ങനെയാ പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നതെന്ന് കുറെ പേര് ചോദിക്കും കേട്ടോ. അങ്ങനെയല്ല കൂട്ടുകാരെ. ഞാനിപ്പോ ഇന്ന് കുറേ പാക്കിംഗ് ഉണ്ടെങ്കിൽ ചില ജോലികൾ ഞാൻ നാളത്തേന് മാറ്റി വെക്കും, മാക്സിമം ചെയ്ത് തീർക്കാൻ ശ്രമിക്കും ആ ഒരു രീതിയിൽ. ഇനി അല്ല നമുക്ക് പാക്കിംഗ് കുറവുള്ള ദിവസങ്ങളാണെങ്കിൽ ഞാൻ രാവിലെ മുതൽ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും. ഭയങ്കര വലിയ ക്ലീനിങ് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യും, ബാക്കിയെല്ലാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന ക്ലീനിങ് ഉണ്ട്, ഡെയിലി അടിച്ചു വരുന്നുണ്ട്. അങ്ങനെ പല സെക്ഷനായിട്ട് തിരിച്ചു വെക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴാണ് ചെടി നനയ്ക്കുന്നത്. അന്നേരം നന്നായിട്ട് അങ്ങ് നനയ്ക്കും.
അപ്പൊ ആ 3 ദിവസത്തെ തന്നെ ചെടികൾ അവിടെ പിടിച്ചു നിന്നോളൂ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ എല്ലാം ഒരു ഓർഡറിൽ പോകുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ നമുക്ക് ആകെ ഒരു സ്ട്രെസ് എന്ന് വെച്ചാൽ കുറേ എണ്ണം പാക്ക് ചെയ്യാൻ രാവിലെ നമ്മൾ ഉള്ള ദിവസങ്ങളിൽ 2:30-3 മണിക്ക് മുമ്പ് നമ്മൾ കൊറിയറിൽ കൊടുക്കണം. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ പാക്ക് ചെയ്യേണ്ട ഒരു സ്ട്രെസ് ഉണ്ട്. പിന്നെ നമ്മൾ റിലാക്സ് ആയിട്ട് നമുക്ക് വീട്ടു ജോലികളും കാര്യങ്ങളും ആണല്ലോ. പിന്നെ ഫുഡിൽ നമുക്ക് എന്ത് കോംപ്രമൈസ് വേണമെങ്കിലും ചെയ്യാമല്ലോ, നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ എന്താ പറയാ, എന്തുണ്ടോ അതനുസരിച്ച് കഴിച്ചാൽ മതിയല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്കാണ് ഭയങ്കര ഇന്നത് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. എന്തും ഞാൻ കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അഡ്ജസ്റ്റ് ചെയ്തും അങ്ങനെയൊക്കെ കഴിക്കും. അശ്വിനും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങ് കഴിച്ചോളൂ. അങ്ങനെയാണ്. പിന്നെ ഉള്ളപ്പം നല്ല കറികളൊക്കെ ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ഇല്ല. നമ്മൾ പഴഞ്ചൊല്ല് പറയുമ്പോൾ ഉള്ളപ്പം നല്ലത്. തമാശക്ക് എല്ലാവരും പറയില്ലേ, കാശുള്ളപ്പം മന്തി ഇല്ലാത്തപ്പോ ചമ്മന്തി. ഇത് നമ്മളെ സംബന്ധിച്ച് സമയമുള്ളപ്പം മന്തി ഇല്ലാത്തപ്പോ ചമ്മന്തി. അത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് കുഴപ്പമില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ സമയം 2 മണിയായി. 2 മണി അവിടെ നമ്മുടെ പാക്കിങ് കഴിഞ്ഞു കിട്ടി. അശ്വിനും കൂടി വന്നുകൊണ്ട് വേഗം ലാസ്റ്റത്തെയൊക്കെ അവനും കൂടി പാക്ക് ചെയ്യാൻ പറ്റി. അപ്പോഴത്തേക്ക് ഞാൻ ഓടി നടന്ന് വേറെ കുറച്ച് പണികളൊക്കെ ചെയ്തു. എനിവേ 2 മണിയായി. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തു വിടുവാണ്. അപ്പം ബെനിച്ചേട്ടൻ്റെ അടുത്ത് ഇത് വേഗം വലിയ കൈ പിടിയുള്ള ചാക്കുണ്ട്, അതിനകത്തൊക്കെ ആക്കിയിട്ട് വേഗം നമ്മൾ കൊടുത്തു വിടും. ചെറിയൊരു മഴക്കാറൊക്കെ കയറുന്നുണ്ട്. 2 ദിവസം നല്ല വെയിലായിരുന്നു. ഇപ്പൊ വീണ്ടും മഴക്കാർ കയറി തുടങ്ങി. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ബാക്കി പുറമേയുള്ള ജോലികളെയും വേഗം ചെയ്തു തീർക്കും. വൈകുന്നേരത്തിന് മുമ്പ് മിറ്റമൊക്കെ ഒന്ന് അടിച്ച് കുറച്ച് ചെടിയൊക്കെ ഉള്ളതൊന്ന് റീഅറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെയല്ല നമ്മള് ബ്ലീഡിംഗ് ഹാർട്ടിന്റെ ഒത്തിരി തൈകൾ പുതിയത് വന്നിട്ടുണ്ട്. കുറെ ഞാൻ മുകളിൽ കയറ്റി വെച്ചു. ബാക്കി കുറെ നമ്മുടെ വരാന്തയിൽ ഇരിപ്പുണ്ട്. അപ്പൊ അതെല്ലാം എനിക്ക് മുകളിൽ എടുത്തു വെക്കണം. അങ്ങനെയൊക്കെ ബ്ലീഡിംഗ് ഹാർട്ട് അടിപൊളിയാണ് കൂട്ടുകാരെ. വെള്ള ചുമപ്പുണ്ട്, വെള്ളയുണ്ട്. ചുമപ്പല്ല, ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക്. പക്ഷെ എനിക്ക് വെള്ളയെ കൂടുതൽ ഇഷ്ടം. മുറ്റം മുഴുവൻ ഇങ്ങനെ ഒരു ക്രിസ്മസിന്റെ പ്രതീതിയാ. ബ്ലീഡിംഗ് ഹാർട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വീഡിയോയുടെ എൻഡിലേക്ക് ഞാൻ അതിന്റെ ക്ലിപ്പ് എടുത്ത് ആഡ് ചെയ്യാം. അടിപൊളിയാണ് കൂട്ടുകാരെ. അതിന്റെ തൈകൾ ഒത്തിരി ഇപ്പം വന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ അത് ആവശ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ട് വലിയ തൈകളാണ്. അപ്പൊ അങ്ങനെ പിന്നെ കാറ്റ്സ്ക്ലോ ഉണ്ട്, റംഗൂൺ ക്രീപ്പർ ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ക്രീപ്പർ പ്ലാന്റുകളുണ്ട്, ഗാർലിക് വൈൻ അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ അതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ. ഇപ്പൊ നല്ല പ്രോപ്പർ ടൈം ആ ചെടികൾ നടാൻ വേണ്ടിയിട്ട്. കുറച്ച് ചെടികളൊക്കെ എന്തായാലും നമ്മുടെ വീട്ടിൽ വേണം. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതൊക്കെ എനിക്ക് മുകളിൽ എടുത്ത് വെക്കണം. അങ്ങനെ കുറെ പണികളുണ്ട്. ഞാൻ നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ടൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണിച്ചു തരാം. അപ്പം അങ്ങനെയൊക്കെയാണ്. പുറത്തെ പണികൾ ഞാൻ ആദ്യം ചെയ്ത് തീർക്കും. പിന്നെ നേരെ നമ്മൾ കിച്ചണ്, പിന്നെ ലാസ്റ്റ് കുളിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കും. അതിന്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ മെസ്സേജ് വന്ന് നടപ്പുണ്ട്. ഇപ്പൊ ഞാനിത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ്, അരമണിക്കൂർ റെസ്റ്റ് എടുക്കും. 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് എടുക്കും. ആ സമയം ഞാൻ കുറേ മെസ്സേജ് നോക്കും, ബെഡയിൽ പോയി കിടന്ന്. അങ്ങനെ അപ്പൊ അത് അത്ര അങ്ങ് തീർന്നിട്ടില്ല. പിന്നെ നമ്മൾ ആക്റ്റീവായിട്ട് വീണ്ടും ജോലിക്ക് ഇറങ്ങും. അങ്ങനെ രാത്രി വരെ നമുക്ക് ജോലികളുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പം കുറച്ച് ദിവസത്തേനുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. 3-4 ദിവസത്തേനുള്ള പ്രൊഡക്റ്റുകൾ സേഫ് ആയിട്ടുണ്ട്. പിന്നെ ഫേസ് വാഷ് പൗഡർ ഒക്കെ നിയർ ടു ഫിനിഷ, പപ്പായ സോപ്പ് നിയർ ടു ഫിനിഷ, അതൊക്കെ നമുക്ക് മേക്ക് ചെയ്യണം. അടുത്ത ഇനി ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ പപ്പായ സോപ്പൊക്കെ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിന്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് വരാം. അപ്പം ഓക്കെ, ഇതിന് എടുത്തിട്ട് കൊടുത്തു വിടട്ടെ കേട്ടോ. 24 മണിക്കൂർ നമ്മുടെ ഫ്രണ്ട് ഡോർ ഞാൻ അടച്ചിടും. ആവശ്യമുള്ളപ്പോൾ മാത്രമേ തുറക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഡോർ തുറന്നിട്ട് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ട് ഞാൻ ഇപ്പോഴും, നമുക്ക് ചുറ്റും മതിലും ഗേറ്റും ഒക്കെ ഉണ്ട്, ഡോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അങ്ങ് അടച്ചിട്ടേക്കും ഫ്രണ്ട് ഡോർ കേട്ടോ. ഒന്നാമത് വലിയ വീടല്ലേ, നമ്മൾ അറിയില്ലല്ലോ ഇതിലൊക്കെ വാതിൽ തുറന്നിട്ടാലും ഇപ്പൊ ഫുള്ള്. ഇനിയിപ്പോ ഇത് തുറക്കുന്ന സമയത്ത് നമ്മുടെ മിലു ഓടി വരും. അതിന് ഭയങ്കര ഇഷ്ട പ്രകൃതി കാണുന്നത്. അപ്പൊ നമ്മൾ ഡോഗ്സിനെ രണ്ടിനെയും കൂട്ടിലിട്ട് പൂട്ടിയിട്ട് നമ്മൾ ഇതിനെ പുറമെ അഴിച്ചു വിടത്തുള്ളൂ കേട്ടോ. കുറച്ചു നേരമൊക്കെ ഇങ്ങനെ പുറമെ, അല്ലെങ്കിൽ പിന്നെ അകത്തോടെ തന്നെ അധികവും മിലോ കേട്ടോ. അപ്പൊ ബെന്നിച്ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പം മനുഷ്യന് ഇത് എല്ലാം അങ്ങ് എടുത്തു വെച്ച് കൊടുത്തോളൂ. ഇല്ലെങ്കിൽ മെഷീൻ ഇവിടെ ഇല്ലാത്ത ദിവസം ബെന്നിച്ചേട്ടൻ ഒത്തിരി ഹെൽപ്പിങ് ആട്ടോ. താഴെ വന്നിട്ട് ഇതെല്ലാം വലിച്ചു വാരി എടുത്ത് ഒക്കെ കൊണ്ട് കൊടുത്തോളൂ കേട്ടോ. ബെന്നിച്ചേട്ടനുള്ള ഒത്തിരി ഉപകാരമാണ് നമുക്ക്. അങ്ങനെ അപ്പം അത് കൊണ്ട് കൊടുത്തോളും. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിത് പോവാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. ഒന്നാമത് നമ്മൾ കൊടുക്കുന്നത് 2ാമത്തെ നിലയിലാണ് നമ്മുടെ DTDC സെന്റർ ഒക്കെ. അങ്ങനെയാണ്. പിന്നെ പോസ്റ്റ് ഓഫീസിലൊക്കെ പോകണ്ടേ. ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ടിന്റെ തൈകൾ ഞാൻ വിൽക്കുന്നത്. മുകളിലേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി വരാതിൽ എടുത്തു വെച്ചതാ പൂച്ചട്ടിയിൽ. ഞാൻ കാണിച്ചത് എന്തൊരു ഭംഗിയാണെന്നറിയോ കൂട്ടുകാരെ. ഇതെന്തായാലും മേടിക്കണം നിങ്ങൾ കേട്ടോ. നല്ല വലിയ തൈകളാണ്. നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ അപ്പുറം ഇരിക്കുന്ന തൈകള്, അതാ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. എന്തോ ഒരു ഭംഗിയാ. ഇത് ഇത്രയൊന്നും അല്ല, നിറച്ചങ്ങുണ്ടാവും കേട്ടോ. വള്ളിയായിട്ട് കയറ്റി വിട്ടാൽ വള്ളിയായിട്ട് പോകും. കട്ട് ചെയ്താൽ ഇങ്ങനെ കുറ്റിയായിരുന്നോളൂ. ഞാനിപ്പോ കുറെ കട്ട് ചെയ്ത് വിടും. അപ്പൊ അത് നന്നായിരുന്നോളൂ. ഇതെല്ലാവരും വീഡിയോയിൽ ചോദിക്കും, ആ മഞ്ഞ ചെടി ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അത് ഒറിജിനൽ ചെടിയാണോ കേട്ടോ കൂട്ടുകാരെ. ഒരു വെരിഗേറ്റഡ് ടൈപ്പ്. പിന്നെ ഇത് നമ്മുടെ ഒറിജിനൽ ചെടി തന്നെയാണ്, ചൈന ഡോൾ എന്ന് പറയുന്നത്. ഇതിന്റെ തൈകളൊക്കെ നമ്മൾ വിൽക്കുന്നുണ്ട്. 3 മാസം കൊണ്ട് ഇത്രയും വളർന്ന് കിട്ടും. ഒരു വലിയ പുച്ചട്ടിലേക്ക് വെച്ചാൽ മതി. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. പ്ലാസ്റ്റിക് ചെടിയാന്ന് തോന്നത്തുള്ള ഒരു തിളക്കമൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷെ നല്ല രസമാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരു 90% ചെടികൾ ഒറിജിനൽ തന്നെയാണ്. പിന്നെ കുറച്ച് ടിവിന്റെ മുമ്പിലിരിക്കുന്നത് മാത്രമൊക്കെ തന്നെ അവിടെ വെയിൽ കിട്ടില്ലാത്തതുകൊണ്ട്, വളരില്ലാത്തതുകൊണ്ട് മാത്രമേ കുറച്ച് പ്ലാസ്റ്റിക് ചെടികളുള്ളൂ. ബാക്കി എല്ലാം ഒറിജിനൽ ചെടികൾ തന്നെയാണ് കേട്ടോ.
അങ്ങനെയാണ്. ബ്ലീഡിംഗ് ഹാർട്ടൊക്കെ അടിപൊളിയാണ് കൂട്ടുകാരെ. നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാൻ കുറച്ച് ചെടികൾ വളർത്തി നോക്കി എന്തോ ഒരു വ്യത്യാസം വെച്ചിട്ട് പച്ചപ്പൊക്കെ വരുമ്പോൾ നമുക്ക് വരുന്നതെന്ന് അറിയോ. അങ്ങനെയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ കുറച്ച് നല്ല ചെടികളാണ് നമ്മൾ വിൽക്കുന്നത്. ബ്ലീഡിംഗ് ഹാർട്ട് മുതൽ പിന്നെ ഗാർലിക് വൈൻ മുതൽ കമേലിയ മുതൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചായിട്ട്. ഇതിന് ഭയങ്കര കൊതിയാണ് ഇങ്ങനെ പ്രകൃതി കണ്ടിരിക്കാൻ, ഭയങ്കര ഇഷ്ടം ഇങ്ങനെ. പക്ഷെ നമുക്ക് പേടിയാണ്, ഡോഗ്സ് ഭയങ്കര ശത്രു ഇതിന്റെ. അതുകൊണ്ട് അങ്ങാരും അഴിഞ്ഞ് പോയാൽ കൂട്ടിലിട്ടാൽ തന്നെ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെയാണ് ഇതിനെ കൊന്ന് പീസാക്കി കളയും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഇതിനെ അധികം മുറ്റത്തോട്ട് ഞങ്ങൾ അഴിച്ചു വിടാറില്ല. നമ്മളുള്ളപ്പോൾ നല്ല സേഫ് സോണിലാന്ന് ഉറപ്പിച്ചാൽ മാത്രം നമ്മുടെ കൂടെ വിടും. ഇതാണെങ്കിൽ മുറ്റത്തോടെ മുഴുവൻ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് മണിക്കൂറുകളോളം നോക്കിയിരുന്ന് പക്ഷിക്കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കാൻ ഓടിയാന്ന് ഭയങ്കര എൻജോയ്മെന്റ് ആണ് കേട്ടോ. എപ്പോഴെങ്കിലും അറിയാതെ ഡോറ് തുറന്ന് ഉടനെ അത് പുറത്തേടി. ഇങ്ങനെയാണ് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ്. ഒരു കുഞ്ഞു ജീവിയാണെങ്കിലും ഇത് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വ്യത്യാസമാണ് നമ്മളൊരു പെറ്റ്സിനെ ഇണക്കി വളർത്താൻ പറ്റുന്ന പെറ്റ്സിനെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ കേട്ടോ. അത്രയ്ക്ക് ചേഞ്ച് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സൗന്ദര്യത്തിനും ഒക്കെ കൊണ്ടുവരും കേട്ടോ. അങ്ങനെയാണ്. ഇത് കണ്ട് അപ്പുറം കിടക്കുന്നത് നമ്മുടെ റെൻഗോൺ ക്രീപ്പർ വിരിഞ്ഞു തുടങ്ങിയേക്കണെയാണ്. അടിപൊളിയാണ്. അതിന്റെ തൈകൾ നമ്മൾ സെയിലുണ്ട്. ഇതൊരു പച്ചച്ചാമ്പയാണ് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നത്. കുറേ കമ്പുകൾ ഞാൻ വെട്ടി ഇപ്രാവശ്യം. താഴെ കുറച്ച് ചെടികൾ പിന്നെ ഷെയ്ഡിൽ വളരേണ്ട ചെടികളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓവർ ഷെയ്ഡ് പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് മണിമുല്ല 3ാമത്തെ ട്രിപ്പ് ഇതാ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തൈകളൊക്കെ ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. ഒത്തിരി പുതിയ ചെടികൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പാഷൻ ഫ്ലോറയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷെ ഒന്ന് വീഡിയോ ആയിട്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ കാറ്റലോഗിൽ കയറി നോക്കൂ. പിന്നെ ഞാൻ ഓരോന്നോരോന്ന് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. ഇതിന് ഭയങ്കര മധുരമില്ല കേട്ടോ. പച്ച കളറ് വലിയ ചാമ്പയാണ്. പെട്ടെന്ന് പിന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ് പോകും. അങ്ങനെയാണ്. പക്ഷെ നിറച്ച് വെള്ളവും ചെറിയൊരു ഇളം മധുരമൊക്കെ ആയിട്ട് അങ്ങനെയാണ് നിറച്ചുണ്ടാവും കേട്ടോ. അങ്ങനെയാണ്. ഇതിന്റെ കുറേ തൈകൾ താഴായിട്ട് വീണുണ്ടാകും. അപ്പം ഞാൻ തൈകളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഫ്രീ ആയിട്ട് കുറേ തരാം കേട്ടോ. അങ്ങനെയുണ്ട്. അത് തൈകളാകട്ടെ കേട്ടോ. അപ്പൊ ചോദിച്ചോളൂ. ഇതാ നമ്മുടെ സ്നോ വൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെയിലുള്ള ചെടിയാണ്. അടിപൊളിയാണ് കൂട്ടുകാരെ. ഒരു ചെറിയ ഷെയ്ഡിലേക്ക് വളർത്തിയാൽ മതി. നല്ല രസം. അതിന്റെ പൂക്കളാണെന്ന് തോന്നും, പക്ഷെ ഇലയാണ്. നല്ല രസമാണ്. സൺഡേ മണ്ടേയുടെ തൈകൾ നമ്മൾ സെയിലുണ്ട്. ചെമ്പരത്തി അല്ല, സോറി, നമ്മുടെ ചെത്തി, നല്ല ചോര ചുമന്ന ചെത്തി സെയിലുണ്ട്. ഇത് പിന്നെ മൊസാണ്ട, ക്രീപ്പർ മൊസാണ്ടയാണ്. അതിന്റെ തൈകൾ നമ്മൾ സെയിലുണ്ട്. അത് ആവശ്യമുള്ളവർ ചോദിച്ചോളൂ കേട്ടോ. നല്ല രസം. അത് ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് മണ്ണി നട്ടാ കയറി പോകും. ഇങ്ങനെ ഒരു വെള്ളിലാന്നൊക്കെ പറയുമ്പോൾ ചുമന്ന ഇലകൾ. അങ്ങനെ ഇല്ല, ഈ ചെടിച്ചട്ടിയിലാണെങ്കിൽ അങ്ങനെ നിറച്ച ഇല ചുമന്ന് നിന്ന് അങ്ങനെ നിന്നോളൂ. മൊസാന്തയുടെ വേറെ ഒരു ടൈപ്പാണ് കേട്ടോ. ഇതാണ് നല്ല ചോര ചെത്തിയുടെ തൈകൾ നമ്മൾ സെയിലുണ്ട്. അത് ആവശ്യമുള്ളവർ പോരായിട്ട്. അങ്ങനെ കുറേ പ്ലാന്റ്സുകൾ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് സെയിലുണ്ട്. അത് ആവശ്യമുള്ളവർ ചോദിച്ചോളൂ. കാറ്റലോഗ് നോക്കിക്കോളൂ. വാട്സപ്പിലേക്ക് പോരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ സൺഡേ ഒഴിച്ച് ബാക്കി നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്യും. സൺഡേ ഞാൻ പാക്ക് ചെയ്ത് വെക്കും, എന്നിട്ട് മൺഡേ കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ വാട്സപ്പ് നമ്പറിലേക്ക് വരുവാണെങ്കിൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഉപകാരമുള്ളത് കണ്ടും കേട്ടും മേടിച്ചൊക്കെ പോകാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോളൂ. വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഭയങ്കര കൊതി എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കണമെന്ന്. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ ഇത് ഇരിപ്പുണ്ടായിരുന്നു, നഗറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ്റെ. അത് പിന്നെ ഇത് എന്താ പൊട്ടാറ്റോ നമ്മൾ ഉണ്ടാക്കിയതല്ല, മേടിച്ച് ചേർന്ന ആശിനപ്പോഴോ. അപ്പൊ അത് ഞാൻ എടുത്തിട്ട് വറുത്തു. പിന്നെ ബ്രെഡ് ബട്ടർ തേച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. നമ്മുടെ ഗ്യാസ് സ്റ്റവിൽ തന്നെ, ഫ്രൈ പാനിൽ. പിന്നെ നല്ല പാൽച്ചായം വെച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. സംതിങ് സ്പെഷ്യൽ കഴിക്കണം എന്നൊരു ഫീല്. പിന്നെ എനിക്ക് കുറേ ജോലികളുണ്ടായിരുന്നു. അങ്ങനെ സന്ധ്യയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിങ്ങനത്തെ ഫയർ ക്രാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ മഴയുടെ സീനുകളൊക്കെ ടി വിയിലേക്ക് ഇടും കേട്ടോ. എന്നിട്ട് ലൈറ്റ് എല്ലാം ഓഫാക്കുക ഹാളില്. എന്നാ ഒരു ഫീലാണെന്നറിയോ, എന്ത് രസമാണെന്നറിയോ. അത് ഭയങ്കര ഗുഡ് ഫീലാണ് കേട്ടോ. പോസിറ്റീവ് മൈൻഡ് ആണ്. നമുക്ക് നമ്മുടെ അന്നത്തെ ദിവസത്തെ സ്ട്രെസ് മുഴുവൻ എവിടെയോ ഒഴുകി പോകുമ്പോൾ അതൊക്കെ. എനിക്കാണെങ്കിൽ മഴയുടെ സൗണ്ട് എന്ന് പറയണേ, ഈ ഫയർ ക്രാക്കിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടം. HD നിങ്ങളിങ്ങനെ തപ്പിയാൽ മതി, പിന്നെ ടി വിയിലേക്ക് എടുത്തിട്ടാൽ മതി. നല്ല രസം അത് കേൾക്കാൻ. ട്രെയിൻ സൗണ്ട് വിത്ത് ഫയർ ക്രാക്ക് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, HD വേർഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ വരും. അതേപോലെ എടുത്തിട്ടാൽ മതി. എന്ത് രസമാണെന്നറിയോ ഇതിന്റെ സൗണ്ട് കേട്ടിങ്ങനെ. ഇതിപ്പോ സൗണ്ട് മ്യൂട്ടാക്കിയേക്കുക, ഞാൻ ഓവർ വോയിസ് തരുന്നുണ്ട്. ഇല്ലെങ്കിൽ നല്ല രസമാണ് കൂട്ടുകാരെ. ഇതൊക്കെ കേട്ടോണ്ട് നമുക്ക് വൈകുന്നേരം നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ടാവുമല്ലോ. തുണികളൊക്കെ അടുക്കി പെറുക്കി വെക്കാനുണ്ടാവും. ഫൈനലി കുറച്ച് ക്ലീനിങ് ഉണ്ടാവും. പിന്നെ എല്ലാ സാധനവും ഞാൻ സന്ധ്യ നമ്മളെ ഫില്ല് ചെയ്ത് വെക്കുക. ടിഷ്യൂ പേപ്പറുകളും പിറ്റേ ദിവസം നമ്മൾ കൊറിയർ പാക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കും. അങ്ങനെ അപ്പൊ അച്ഛനാണെങ്കിലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് സന്ധ്യയ്ക്ക് അവൻ ഇതുപോലത്തെ എന്തെങ്കിലും ഇടും. എന്നിട്ട് ഹാളിലെ ലൈറ്റ് എല്ലാം ഓഫ് ആക്കി വെക്കൂട്ടോ. അപ്പൊ എനിക്ക് എന്ത് സന്തോഷം ഇത് കേൾക്കാനൊക്കെ കാണാനെന്നറിയോ. ഭയങ്കര മൈൻഡ് റിലാക്സിങ്. അതൊക്കെ കേട്ടോണ്ട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഡിന്നറും കഴിച്ചിട്ട് സുഖമായിട്ട് മറിഞ്ഞടിച്ച് നമ്മുടെ ബെഡേ കിടന്ന് ഉറങ്ങും. പിറ്റേ ദിവസം നമുക്ക് ഇതുപോലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കൂട്ടുകാരെ എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷ സമാധാനം നിറഞ്ഞ ദിവസങ്ങളിൽ കൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും.
അങ്ങനെ റിലാക്സ് ആയിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ മേക്ക് ചെയ്യുന്നു, കൊടുക്കുന്നു, മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നു, സെയിൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം ഇപ്പം ഇങ്ങനെ ശാന്തമായിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ വാട്സപ്പിലേക്ക് വായോ.